നമസ്കാരം. ഗ്രാനി ക്വിനും മാർക്ക് ഫെല്ലറും തമ്മിലുള്ള ആ കരാറ് ഒപ്പിട്ട് കഴിഞ്ഞതും ഗ്രാനി ക്വിൻ ബ്ലാക്കിങ് കൊണ്ട് അതിവേഗം ആ അക്കാഡമിയുടെ പുറകിലേക്ക് നടന്നു. മാർക്ക് ഫെല്ലർ ആ സ്റ്റേജിൽ നിന്ന് താഴോട്ടിറങ്ങി. ആ സമയത്ത് മാർക്കിന്റെ അടുത്തേക്ക് ജിനിയാവോ നടന്നു വരികയാണ്. ജിനിയാവോ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്ക് പോലും ബ്ലാക്കിയെ തോൽപ്പിക്കാൻ ശരിക്കും ബുദ്ധിമുട്ടേണ്ടി വരും. മാർക്ക്, നീ ശരിക്കും അഭിനന്ദനം അർഹിക്കുകയാണ്. ജിനിയാവോ, നിനക്ക് ഈ ബ്ലാക്കിയെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് കരുതി എനിക്ക് പറ്റില്ല എന്ന് വിചാരിക്കണ്ട. മാർക്ക്, നിനക്ക് ഇത്ര അഹങ്കാരമോ? ജിനിയാവോ, നിനക്കൊരു കുഴപ്പമുണ്ട്. നീ വലിയ സംഭവമാണെന്ന് സ്വയം നീ അങ്ങ് ധരിക്കുന്നുണ്ട്. അത് അങ്ങ് മാറ്റിവെച്ച നിനക്ക് കൊള്ളാം. മാർക്ക്, നീ ബ്ലാക്കിയെ എതിരാക്കിയതുപോലെ എന്നെ എതിരാക്കാൻ പോവുകയാണ്. നിനക്ക് ജീവിക്കാൻ മോഹമൊന്നുമില്ലേ? ജിനിയാവോ, കൂടുതൽ സംഭാഷണത്തിൽ നിന്നും വലിയ അർത്ഥമില്ല. നിനക്ക് എന്നോട് എതിരിടാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് വാ. എന്തായാലും ഞാൻ ബ്ലാക്കുമായി എതിരിടാൻ പോവുകയാണ്. നിന്നോടും ആ സമയത്ത് എതിരിടാം. ഓക്കെ മാർക്ക് ഫെല്ലർ, അങ്ങനെയാണെങ്കിൽ ഞാനത് ചലഞ്ചായി ഏറ്റെടുക്കുകയാണ്. ഒരു മാസം കഴിഞ്ഞ് നമുക്ക് കാണാം. അത് പറഞ്ഞ് ജിനിയാവോ അവിടെ നിന്ന് അങ്ങോട്ട് പോയതും ആ സ്ക്വയറിലുണ്ടായിരുന്ന ബാക്കിയുള്ള ആളുകളൊക്കെ ഓടി മാർക്കിനടുത്തേക്ക് വന്നു. ചൂ സഹോദരന്മാരിൽ മൂത്ത ആളാണ് ഹെഡ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ശരിക്കും ഒന്ന് ശ്രദ്ധിക്കണേ. ആ ബ്ലാക്കി മാർക്ക് വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കേട്ടുകൊണ്ടുവന്ന യാവോമെങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്ക് മാർക്കിനോട് ഒരു കാര്യം പറയാനുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് യാവോ മാർക്കിനെ അല്പം മാറ്റി നിർത്തിയിട്ട് മാർക്കിനോടായി പറഞ്ഞു, മാർക്ക്, ആ ഹെഡ് പറഞ്ഞത് ശരിയായ അർത്ഥത്തിലാണ് മാർക്ക് എടുക്കേണ്ടത്. ബ്ലാക്കി മാർക്ക് വിചാരിക്കും പോലെ സിമ്പിൾ അല്ല. മാർക്ക്, ആ ബ്ലാക്കി യഥാർത്ഥത്തിൽ ഒരു പൈത്തമാണ്. അവനൊരു ഡീമനാണ്. അതിനെ എന്തോ പ്രത്യേക മരുന്ന് ഉപയോഗിച്ച് ആ ഗ്രാനി ക്വിൻ കൺവേർട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഞാൻ വളരെ രഹസ്യമായി അന്വേഷിച്ച് മനസ്സിലാക്കിയ കാര്യമാണ്. അത് കേട്ടതും മാർക്ക് ഫെല്ലർ യാവോ മെങ്ങിനോട് പറഞ്ഞു, യാവോ, അത് എനിക്കും അറിയാം. അത് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ ഫൈറ്റിന് സമ്മതിച്ചത്. മാർക്ക്, ബി കെയർഫുൾ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, അവൻ ശരിക്കും ശക്തനാണ്. മാർക്ക് ഫെല്ലറോട് താല്പര്യമുള്ള അവിടെയുള്ള ആളുകളൊക്കെ മാർക്കിനോട് അങ്ങനെ വന്ന് പറയുമ്പോഴേക്കും മാർക്ക് അവരോടൊക്കെ യാത്ര പറഞ്ഞ് ചാങ് മാങ്ങുമായി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവിടെ കൂടെ മീശയുണ്ട്. ആ ടീം വൈകുന്നേരമായപ്പോൾ ഗ്രീൻമൂൺ വില്ലയിൽ മടങ്ങിയെത്തി. ഗ്രീൻമൂൺ വില്ലയിൽ മാർക്ക് ഫെല്ലർ മടങ്ങിയെത്തിയതും മാർക്ക് മീശയോട് പറഞ്ഞു, മീശ, എനിക്ക് ഷിയാവൂവിനെ ആ ഇമോർട്ടൽ സ്ലെയിൻ സെക്ഷൻ കൊണ്ടുപോകണമെന്നുണ്ട്. അത് കേട്ടതും മീശ മാർക്ക് ഫെല്ലറെ കയ്യിലൊന്ന് പിടിച്ചിട്ട് പുറത്തേക്ക് ഒന്ന് വിളിച്ചുകൊണ്ട് പോയി. ഈ സംഭാഷണം നടക്കുന്ന സമയത്ത് ആ മുറിയിൽ ചാങ് മാങ്ങും ഷിയും ഉണ്ട്. അവരെ അടുത്തുനിന്ന് അല്പം ദൂരേക്ക് മാർക്കിനെ വിളിച്ചുകൊണ്ടുപോയ മീശ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ എന്താ ഈ പറയുന്നത്? ഇമോർട്ടൽ സ്ലെയിങ് സെക്ഷനകത്ത് ഷിയെ കൊണ്ടുപോയാൽ ഷിക്ക് ശരിക്കും പഴയകാലം ഓർമ്മ വരില്ലേ? അങ്ങനെ ഓർമ്മ വന്നാൽ അത് വലിയ കുഴപ്പമില്ലേ? മീശ, ഷിയ പഴയകാലം എന്തായാലും തിരിച്ചറിയും. അക്കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവളിൽ നിന്ന് കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ വ്യക്തമായി ആലോചിച്ചിട്ടാണ് മീശയോട് ഇക്കാര്യം പറയുന്നത്. മാർക്ക് ഫെല്ലറെ പിന്തിരിപ്പിക്കാനായി മീശ പല കാര്യങ്ങളും പറഞ്ഞു. മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്കറിയാവുന്ന വെച്ച് ഞാൻ പറയാം. ആ മാസ്ക് വെച്ച സ്ത്രീ അനവധി തവണ പുനർജനിച്ചിട്ടുണ്ട്. അവൾ പുനർജനിച്ച വീട്ടിൽ അവൾ ശരിക്കും ശക്തിയായി മാറിയപ്പോൾ അവൾ കൊന്ന ആളുകളുടെ കൂട്ടത്തിൽ അവൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കളും ഉണ്ടായിരുന്നു. ആ മാതാപിതാക്കളോടും അവരുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടൊന്നും ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും ആ മാസ്ക് വെച്ച സ്ത്രീ കാണിച്ചിട്ടില്ല. അവൾക്ക് അവരാരും അവളുടെ ആരുമല്ല എന്ന ഫീലിംഗാണ് ഉള്ളത്. അവൾ ഓരോ തവണയും പുനർജനിക്കുമ്പോൾ കൊല്ലുന്നതിൽ കൂടുതലും അവളുമായി ബന്ധപ്പെട്ട ആളുകളെയാണ്. മീശ പറഞ്ഞ കാര്യം മാർക്കിന്റെ മനസ്സിൽ തട്ടിയൊരു കേസ് തന്നെയാണ്. റിച്ചാർഡ് വൂവിനെ ആ ഹാൻ പാലസിലെ ആളുകൾ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച നിമിഷത്തിൽ ഷിയാവുവിന്റെ മുഖത്തേക്ക് ആ മാസ്ക് വന്ന് വീഴുകയും ഷിയാവു പെട്ടെന്ന് ആ മാസ്ക് വെച്ച സ്ത്രീയായി മാറുകയും ചെയ്തിരുന്നു. ആകാശത്തേക്ക് പറന്നു പൊങ്ങിയിരുന്ന ഷിയാവു ശരിക്കും ഓംനിപൊട്ടന്റായ ഒരു വ്യക്തിത്വത്തിന്റെ ലക്ഷണം ആ സമയത്ത് കാണിച്ചിരുന്നു. അവൾ ആകാശത്ത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ കൈയുടെ വെറും ചലനങ്ങൾ കൊണ്ട് ഹാൻ പാലസിലെ ആ 3 പേരെയും കൊന്നിരുന്നു. ആ സമയത്ത് അവൾ യഥാർത്ഥത്തിൽ റിച്ചാർഡ് വൂ മരണത്തോട് അടുക്കുന്ന കണ്ടതാണ്. അവളുടെ ശക്തി ഉപയോഗിച്ച്
അവൾക്ക് യഥാർത്ഥത്തിൽ റിച്ചാർഡ് ഊവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുമായിരുന്നു. മാർക്ക് ഫെല്ലർ അത് കണ്ടതാണ്. മാർക്ക് ഫെല്ലറെയും റിച്ചാർഡ് ഊവിനെയും ആ മാസ്ക് ധാരി നോക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ആ മാസ്ക് ധാരി ആ സമയത്ത് റിച്ചാർഡ് ഊവിനെ രക്ഷിക്കാൻ ശ്രമിച്ചതേയില്ല. മീശ പറഞ്ഞപ്പോൾ ആ കാര്യം മാർക്കിന്റെ മനസ്സിലേക്ക് പിന്നെ കടന്നു വന്നു. ആ വിഷയം കടന്നു വന്നതും മാർക്ക് ഫെല്ലർ മീശയോട് പറഞ്ഞു, മീശ, അതുകൊണ്ടാണ് ഞാൻ ഷിയെ ഇമോർട്ടൽ സ്ലിംഗ് സെക്ഷൻ കൊണ്ടുപോകണമെന്ന് പറയുന്നത്. എനിക്ക് ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാണ്. മാസ്ക് വെച്ച സ്ത്രീയും ഷിയും രണ്ട് വ്യക്തികളാണ്. ഷി ഒരിക്കലും മാസ്ക് വെച്ച സ്ത്രീ ആകത്തില്ല. മാസ്ക് വെച്ച സ്ത്രീയുടെ പുനർജന്മമാണ് ഷി എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. പക്ഷെ ഷിയും മാസ്ക് വെച്ച സ്ത്രീയും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്. അത് എന്താണെന്നും എത്രത്തോളം ഉണ്ടെന്നും നമുക്ക് അറിയണമെങ്കിൽ ഷിയെ ഇമോർട്ടൽ സ്ലിംഗ് സെക്ഷൻ കൊണ്ടുപോകുക തന്നെ വേണം. മാർക്ക് ഫെല്ലർ ശരിക്കും കാര്യങ്ങൾ അനലൈസ് ചെയ്തതിന് ശേഷമാണ് തന്നോട് സംസാരിക്കുന്നതെന്ന് അത് കേട്ടപ്പോൾ മീശയ്ക്ക് തോന്നി. മീശ കൂടുതൽ തർക്കത്തിൽ നിൽക്കാതെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ ഇമോർട്ടൽ സ്ലിംഗ് സെക്ഷനിലേക്ക് കടക്കാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യാം. എല്ലാം റെഡിയാകുമ്പോൾ ഞാൻ മടങ്ങി വരാം. മീശ മാർക്കിനോട് യാത്ര പറഞ്ഞ് ഗ്രീൻമോൺ വില്ലയിൽ നിന്ന് തിരിച്ചു. പിറ്റേ ദിവസം മാർക്ക് ഫെല്ലർ ഷിയെ ഗ്രീൻമോൺ വില്ലയ്ക്കകത്തുള്ള ആ സ്പിരിച്വൽ സ്പ്രിങ്ങിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. നേരത്തെ ഗ്രീൻമോൺ വില്ല സെന്റ് കൺഫ്യൂഷൻ സെക്ഷൻസ് എന്ന് അറിയപ്പെട്ടിരുന്ന സമയത്ത് അവിടേക്ക് ആളുകളെ ആകർഷിച്ച ഘടകം എന്ന് പറയുന്നത് ആ സ്പിരിച്വൽ സ്പ്രിങ് ആണ്. ഒരു കുഞ്ഞ് അരുവിയാണ്. സെന്റ് കൺഫ്യൂഷൻ സെക്ഷന്റെ ആ കുഞ്ഞ് അരുവിയുടെ അടുത്തിരുന്ന് കൾട്ടിവേഷൻ നടത്തുന്ന ആൾക്കാർക്ക് വല്ലാത്തൊരു സ്ട്രെങ്ത് ലഭിക്കുന്നത് അറിഞ്ഞതുകൊണ്ടാണ് പല ആളുകളും സെന്റ് കൺഫ്യൂഷൻ സെക്ഷന്റെ ഭാഗമായി മാറിയത്. കലഹൻ ആളുകളെ റിക്രൂട്ട് ചെയ്തെന്നും ആ കാര്യം പറഞ്ഞിട്ടാണ്. ശരിക്കും ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഈ അരുവി എന്ന് പറയുന്നത്. ആ വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ കല്ലഹനും പിന്നീട് ഈ അടുത്ത കാലത്ത് മാർക്ക് ഫെല്ലറും മാത്രമാണ് പോയി നിന്നിട്ടുള്ളത്. ബാക്കി ആളുകളൊക്കെ ആ ഒഴുകി വരുന്ന വെള്ളത്തിലോ വെള്ളത്തിന്റെ അകത്ത് പൊങ്ങി നിൽക്കുന്ന പാറകളുടെ മുകളിലോ ഇരുന്ന് ധ്യാനം നടത്തുകയാണ് പതിവ്. അല്ലെങ്കിൽ ആ വെള്ളത്തിൽ നിന്നുകൊണ്ട് കൾട്ടിവേഷൻ നടത്തും. മാർക്ക് ഫെല്ലർ ഷിയും കൊണ്ട് ആ അരുവിയുടെ അടുത്തെത്തുമ്പോൾ ആ അരുവിയുടെ കരകളിൽ ഏകദേശം ഒരു ഡസനോളം ആളുകൾ കൾട്ടിവേഷനിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ ഷിയോട് പറഞ്ഞു, ഷിയ, നീ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായി. അത് കേട്ടതും ഷിയ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ സ്പിരിച്വൽ എനർജി ഉപയോഗിച്ച് എനിക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മാർക്കിന് അറിയാവുന്നതല്ലേ. ശരിക്കും ഡാർക്ക് എനർജി കൊണ്ട് മാത്രം കൾട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളാണ് ഷിയാവു. അക്കാര്യം മാർക്ക് ഫെല്ലർക്ക് അറിയുകയും ചെയ്യാം. എന്നിട്ടും എന്തിന് ആ സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യമുള്ള സ്ഥലത്തേക്ക് ഷിയെ കൊണ്ടുവന്നു? ആ ചോദ്യമാണ് ഷിയ ഉന്നയിക്കുന്നത്. ആ ചോദ്യം കേട്ടതും മാർക്ക് ഫെല്ലർ മാർക്കിന്റെ ആ മാന്ത്രിക നിലവറയിൽ നിന്ന് ആ ശവപ്പെട്ടി എടുത്ത് ഷിയുടെ മുന്നിലേക്ക് വെച്ചു. മാർക്ക് ആ ശവപ്പെട്ടി തുറന്നു. ആ ശവപ്പെട്ടി തുറന്ന നിമിഷത്തിൽ ഗും ഗുമാന്ന് ഒരു കറുത്ത പുക പെട്ടെന്ന് പുറത്തേക്ക് വന്നു. അതിവേഗം ആ എൻറ്റയർ മേഖലയും ഒരു കറുത്ത എനർജി ഉണ്ടാക്കി നിറയുകയാണ്. ശരിക്കും ഡാർക്ക് എനർജിയുടെ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ശേഖരമാണ് ആ ശവപ്പെട്ടിയെന്നും ആ എൻറ്റയർ ഏരിയയിലും ആ എനർജി നിറയുന്ന കാണുന്ന ആർക്കും മനസ്സിലാവും. ഒരു ഇരുട്ട് അവിടെ പതുക്കെ വ്യാപിച്ചു തുടങ്ങിയാണ്. ഈ സംഭവവികാസത്തെക്കുറിച്ച് അറിയാത്ത ആ 12ഓളം വരുന്ന മാർഷൽ ആർട്ടിസ്റ്റുകൾ നദിയുടെ കരയിൽ അങ്ങനെ കണ്ണടച്ചിരുന്ന് ധ്യാനത്തിലാണ്. അവർ ശരിക്കും കൾട്ടിവേഷൻ ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് മാർക്ക് ഫെല്ലർ ആ ശവപ്പെട്ടി തുറന്നു വെച്ച് അവിടെ മുഴുവൻ ഡാർക്ക് എനർജി കൊണ്ടുവരുന്നത്. ആ കാഴ്ച കണ്ട ഷിയ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഷിയ, നീ ഈ പെട്ടിയുടെ അടുത്തിരുന്ന് ഈ ഡാർക്ക് എനർജി വലിച്ചെടുക്കുക. നിനക്ക് ഡാർക്ക് എനർജി ഉണ്ടെങ്കിലല്ലേ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റൂ. ദാ ഇഷ്ടംപോലെ ഡാർക്ക് എനർജി ഉണ്ടല്ലോ ഇവിടെ. അത് കേട്ടതും ഷിയാവു ആ പെട്ടിയുടെ സമീപത്ത് ചപ്രം പടിഞ്ഞിരുന്ന് ആ ഡാർക്ക് എനർജി വലിച്ചെടുത്തു തുടങ്ങി. പക്ഷെ അല്പനേരം ഡാർക്ക് എനർജി വലിച്ചതും ഷിയ ശരിക്കും തുമ്മി തുടങ്ങി. അവിടെ കൊണ്ട് പറ്റുന്നില്ല. അത് കണ്ടതും മാർക്ക് ഷിയോട് പറഞ്ഞു, ഈ ഷിയ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ശരിക്കും ബുദ്ധിമുട്ട് അവളുടെ മുഖത്തുണ്ടെന്ന് കണ്ടതുകൊണ്ടാണ് മാർക്ക് അങ്ങനെ ചോദിച്ചത്. ഷിയ മാർക്കിനോട് പറഞ്ഞു, ഒരു വിമ്മിഷ്ടമുണ്ട്. പക്ഷെ അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ മാർക്കിന്റെ മുഖത്താണ്. മാർക്കിന്റെ മുഖത്ത് ശരിക്കൊരു വിഷമം. അത് കണ്ടതും ഷിയ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ ഒന്നുകൂടെ ഒന്ന് ശ്രമിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും അവൾ പഴയ സ്ഥലത്തിരുന്ന് പതുക്കെ ബ്രീത്തിങ് സ്റ്റാർട്ട് ചെയ്തു. അവള് ബ്രീത്തിങ് തുടങ്ങിയപ്പോൾ ചുറ്റുമുള്ള ഡാർക്ക് എനർജി പതുക്കെ അവളുടെ നേരെ ഒഴുകി വരുന്നത് മാർക്കിന് വിസിബിൾ ആണ്.
ശരിക്കും ഒരു ടെൻഷൻ മാർക്കിനുണ്ട്. ഡാർക്ക് എനർജി മാർക്ക് ആ ശവപ്പെട്ടിക്ക് അകത്ത് കിടന്ന് വലിച്ചെടുത്ത കക്ഷിയാണ്. ഷിയാവൂനും മാർക്ക് ചെയ്തതുപോലെ ചെയ്യാൻ പറ്റേണ്ടതാണ്. കാരണം അവളുമായി കണക്റ്റഡ് ആണ് ആ ശവപ്പെട്ടി എന്നുള്ള കാര്യത്തിൽ മാർക്കിന് സംശയമൊന്നുമില്ല. പക്ഷേ ഷിയയ്ക്ക് എന്തോ മാർക്കിനെ പോലെ അങ്ങനെ ശക്തമായി വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. എന്താ ഇപ്പൊ ചെയ്യേണ്ടതെന്ന് മാർക്ക് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷിയുടെ ബോഡി പതുക്കെ പതുക്കെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് മാർക്കിന്റെ ശ്രദ്ധയപ്പെട്ടു. ആദ്യം അനുഭവപ്പെട്ട വിറയൽ ഷീക്കിപ്പോ അനുഭവപ്പെടുന്നില്ല. ഷീയുടെ ബ്രീത്തിങ്ങിന്റെ വേഗത പതുക്കെ പതുക്കെ കൂടുകയാണ്. ആ ബ്രീത്തിങ്ങിന്റെ വേഗത കൂടിയപ്പോൾ ചുറ്റുമുള്ള ഡാർക്ക് എനർജി ഷീയുടെ അടുത്തേക്ക് പതുക്കെ പതുക്കെ എത്തി തുടങ്ങി. സാവധാനം ആ ഡാർക്ക് എനർജി ഷീക്ക് ചുറ്റും ഒരു ചുഴി പോലെ മാറുകയാണ്. ആ ഡാർക്ക് എനർജി ഷീക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങി തുടങ്ങിയാണ്. കറങ്ങി ആ ഡാർക്ക് എനർജിയുടെ ഒരു എൻഡ് ഷീയുടെ മൂക്കിന്റെ ഭാഗത്താണ്. ഷിയ കണ്ണടച്ചിരിക്കുകയാണ്. അവളുടെ മൂക്കിനടുത്തേക്ക് എത്തുന്ന ആ ഡാർക്ക് എനർജി അവള് അനായാസമായി വലിച്ചെടുക്കുന്ന കാഴ്ച ഇപ്പോ മാർക്കിന് വ്യക്തമാണ്. മാർക്ക് എങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അൺബിലീവബിളായ വേഗതയിൽ ചുറ്റുമുള്ള ഡാർക്ക് എനർജി ഷിയ വലിച്ചെടുത്തു തുടങ്ങി. അതിവേഗം സമയം കടന്നു പോവുകയാണ്. മാർക്ക് ഫെല്ലർ ആ ഡാർക്ക് എനർജിയുള്ള ആ ശവപ്പെട്ടി ആ സ്പിരിച്വൽ സ്പ്രിങ്ങിന്റെ ഭാഗത്ത് കൊണ്ടുവന്നതിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ശക്തമായ ഡാർക്ക് എനർജി സാന്നിധ്യമാണ് ആ പെട്ടിക്കകത്തുള്ളത്. അത്രയും ശക്തിയിൽ ഉള്ള ആ ഡാർക്ക് എനർജി വലിച്ചെടുക്കാൻ ഷിയ ശ്രമിക്കുമ്പോൾ ഷിയയ്ക്ക് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ അപകട സാധ്യത ഇല്ലാതാക്കാൻ വേണ്ടിയാണ് മാർക്ക് ഫെല്ലർ സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യമുള്ള സ്ഥലത്ത് ആ ഡാർക്ക് എനർജി കൊണ്ടുവന്നത്. അവിടെ ആ അരുവിയിലുള്ള സ്പിരിച്വൽ എനർജിക്ക് ആ ശവപ്പെട്ടിലെ ഡാർക്ക് എനർജിയെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അത് മനസ്സിലാക്കിയിട്ടാണ് മാർക്ക് ഫെല്ലർ ആ പെട്ടിയുമായി യഥാർത്ഥത്തിൽ അവിടെ എത്തിയത്. പക്ഷേ സമയം മുന്നോട്ട് പോയപ്പോൾ മാർക്ക് ഫെല്ലർക്ക് ഒരു കാര്യം ബോധ്യമായി. ഷിയയ്ക്ക് വളരെ അനായാസമായി ആ ശവപ്പെട്ടിയിലെ ആ ഡാർക്ക് എനർജി വലിച്ചെടുക്കാൻ പറ്റും. മാർക്ക് ഫെല്ലർക്ക് വലിച്ചെടുക്കാൻ കഴിയുന്നതിനേക്കാൾ വേഗത്തിലും ശക്തിയിലും അളവിലും ഷിയ ആ ഡാർക്ക് എനർജി വലിച്ചെടുക്കുകയാണ്. ഈ സമയമായപ്പോൾ അവിടെ കൾട്ടിവേഷൻ ഏർപ്പെട്ടിരുന്ന ചെറുപ്പക്കാരൊക്കെ അവിടെ കൾട്ടിവേഷൻ ആക്ടിവിറ്റീസ് ഏതാണ്ട് കംപ്ലീറ്റ് ചെയ്ത് അവരവരുടെ മുറികളിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ മാർക്ക് ഫെല്ലറും ഷിയ ഓവും മാത്രമാണ് ആ നദിക്കരയിലുള്ളത്. ഷിയുടെ കൾട്ടിവേഷൻ അല്പനേരം നോക്കി നിന്ന മാർക്ക് സാവധാനം ആ പുഴയിലേക്ക് ഇറങ്ങി. ആ പുഴയിൽ വരുന്ന വെള്ളം മുകളിലത്തെ മലയിൽ നിന്ന് താഴേക്ക് വരുന്നതാണ്. ശരിക്കും മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ആ വെള്ളത്തിൽ എങ്ങനെയാണ് സ്പിരിച്വൽ എനർജി കലർന്നത്? ആ ചോദ്യമാണ് മാർക്കിന്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. നദിയിലേക്ക് ഇറങ്ങി നിന്ന മാർക്ക് ആ സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യം ഒന്ന് കണ്ടെത്താൻ വേണ്ടി മാർക്കിന്റെ ഡിവൈൻ സെൻസ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തു. മാർക്ക് ആ വെള്ളച്ചാട്ടത്തിലേക്കും വെള്ളച്ചാട്ടത്തിന്റെ മുകളിലേക്കും ആ ഡിവൈൻ സെൻസിനെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ശരിക്കും ഒരു എൻ്റെ ഏരിയയും മാർക്കിനെ സ്കാൻ ചെയ്യുകയാണ്. മാർക്ക് അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ ക്യുങ് സിറ്റിയിൽ വെച്ച് സു ക്യുനിനൊപ്പം ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാർക്കിന് അനുഭവപ്പെട്ട ഒരു സ്പിരിച്വൽ എനർജി സാന്നിധ്യം പെട്ടെന്ന് മാർക്കിന് ഇവിടെ അനുഭവപ്പെട്ടു. അന്ന് അവിടെ ക്യുങ് സിറ്റിയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ മാർക്കിന് അനുഭവപ്പെട്ട ഒരു നേർത്ത പാതയുണ്ട്. സ്പിരിച്വൽ എനർജിയുടെ ഒരു നേർത്ത പാത. ആ പാതയിലൂടെ മുന്നോട്ട് പോയ മാർക്ക് ഫെല്ലർ അവസാനം എത്തിച്ചേർന്നത് ഒരു മിസ്റ്റിക് വേൾഡിന് മുന്നിലാണ്. ഇവിടെ ഇതാ മാർക്കിന് സമാന സ്വഭാവത്തിലുള്ള ഒരു പാത അനുഭവപ്പെടുകയാണ്. ആ പാത കണ്ണടച്ച് നിൽക്കുന്ന മാർക്കിന്റെ മുന്നിൽ ഒരു നേർരേഖ പോലെ കാണുകയാണ്. കണ്ണ് അടച്ചു പിടിച്ചുകൊണ്ട് തന്നെ മാർക്ക് ഫെല്ലർ ആ നദിയിലൂടെ മുന്നോട്ട് നടന്നു തുടങ്ങി. മാർക്ക് നടന്നെത്തിയത് ആ വെള്ളച്ചാട്ടത്തിന്റെ അടിയിലാണ്. അതിശക്തമായി വെള്ളം മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. ആ താഴേക്ക് വീഴുന്ന വെള്ളത്തിനിടയിലൂടെ നടന്ന മാർക്ക് ഫെല്ലർ നടന്ന് ആ പാറയുടെ അടുത്തെത്തി. ആ പാറയുടെ അടുത്തെത്തിയ മാർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണ്. തൊട്ടു മുന്നിൽ ഒരു വലിയ പാറ. വെള്ളമാണെങ്കിൽ ആ പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. സ്പിരിച്വൽ എനർജി മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന ആ വെള്ളത്തിലാണ് ഉള്ളത്. അത് മനസ്സിലാക്കിയതും മാർക്ക് ഫെല്ലർ കണ്ണു തുറന്ന് ആ മലയുടെ സൈഡിൽ കൂടി നടന്ന് മുകളിലേക്ക് കയറി. മുകളിലെത്തിയ മാർക്ക് ഫെല്ലർ വീണ്ടും കണ്ണടച്ച് മനസ്സ് ഏകാഗ്രമാക്കി. അല്പം സമയം കഴിഞ്ഞതും മാർക്കിന് വീണ്ടും ആ നേർരേഖ മനസ്സിലേക്ക് വന്നു. സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യത്തിലേക്ക് മാർക്കിനെ കൊണ്ടുപോകുന്ന ആ നേർരേഖയിലൂടെ മാർക്ക് കണ്ണടച്ചു പിടിച്ചങ്ങനെ നടക്കുകയാണ്. മാർക്ക് എത്ര സമയം നടന്നു എന്ന് മാർക്കിന് അറിയത്തില്ല. നടന്ന് മുന്നിലേക്ക് പോയ മാർക്ക് എത്തിച്ചേർന്നത് മറ്റൊരു മലയുടെ മുന്നിലാണ്. ആ മലയുമായി ബന്ധിപ്പിച്ച് കുഞ്ഞ് മലകളൊക്കെ കാണാം. ആ മലകൾക്കിടയിൽ നിന്ന് ഒരു നേർത്ത രേഖ പോലെ വെള്ളം താഴേക്ക് ഒലിച്ചു വരുന്നുണ്ട്. ഒരു നദി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണുന്ന അത്രയും
വലിപ്പത്തിൽ ചെറുതായിട്ട് മാത്രമാണ് വെള്ളം വരുന്നത്. ആ വെള്ളം വരുന്ന ഭാഗത്തേക്ക് മാർക്ക് ഫെല്ലർ എത്തി. അവിടെയാണ് ആ സ്പിരിച്വോളജിയിലെ സാന്നിധ്യം മാർക്കിന് അനുഭവപ്പെടുന്നത്. ആ വെള്ളം ആ മലയുടെ അകത്തുനിന്ന് അങ്ങോട്ട് വരുന്നതാണ്. മാർക്ക് ഫെല്ലർ ആ വെള്ളത്തിലേക്ക് ശ്രദ്ധിച്ചിട്ട് വീണ്ടും മനസ്സ് ഏകാഗ്രമാക്കിയപ്പോൾ മാർക്കിന് ക്യൂങ് സിറ്റിയിൽ അനുഭവപ്പെട്ട അതേ സംഭവവികാസം അവിടെ അനുഭവപ്പെടുകയാണ്. ആ സ്പിരിച്വലോജിയോടുകൂടി പുറത്തു വരുന്ന വെള്ളത്തിന് അവിടെ നിന്ന് പുറകിലേക്ക് ഒരു പശ്ചാത്തലമുണ്ട്. ആ ഒരു തോന്നലാണ് മാർക്കിന് അപ്പം ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഇത്രയും സ്ഥലം വരെ കല്ലഹനും അന്വേഷിച്ച് എത്തിയിട്ടുണ്ടായിരുന്നു. കല്ലഹൻ ആ ഉറവയുടെ അടുത്തെത്തിയപ്പോൾ കല്ലഹൻ അന്ന് മനസ്സിലായത് ആ മലയുടെ പ്രത്യേകത കൊണ്ട് ആ അരുവിയിൽ സ്പിരിച്വോളജി ഉണ്ടായതാണെന്നാണ്. പക്ഷെ മാർക്ക് ഫെല്ലർക്ക് ഒരു സംശയം, ശരിക്കും ആ മലയ്ക്ക് അകത്ത് ഒരു മിസ്റ്റിക് വേൾഡ് ഉണ്ടോ എന്നതാണ് മാർക്കിന്റെ സംശയം. ക്യൂങ് സിറ്റിയിൽ സൺ ക്യൂനിനൊപ്പം ചെന്ന് അവിടെ ആ ഹോങ്ങി സെക്ഷന്റെ മിസ്റ്റിക് വേൾഡിനകത്തേക്ക് കടന്ന ഓർമ്മ മാർക്ക് ഫെല്ലർക്കുണ്ട്. അവിടെ കണ്ട അതേ ശൈലിയിൽ ഒരു മിസ്റ്റിക് വേൾഡ് ഇവിടെയും ഉണ്ടാകും. ഈ മിസ്റ്റിക് വേൾഡ് ചിലപ്പോൾ ആരുടെയും ശ്രദ്ധയപ്പെടാത്ത മിസ്റ്റിക് വേൾഡ് ആവും. ഉടമയില്ലാത്ത ഒരു മിസ്റ്റിക് വേൾഡ് അവിടെ ഉണ്ട്. അക്കാര്യം മാർക്കിന് ഏതാണ്ട് ഉറപ്പാണ്. ഉടമയില്ലാത്ത ആ മിസ്റ്റിക് വേൾഡിനകത്ത് കടന്നു കയറാൻ മാർക്കിന് പറ്റിയാൽ മാർക്കിന്റെ പല പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. ഈ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആളുകളെ ഭയക്കേണ്ട ഒരു കാര്യവും മാർക്കിന് പിന്നെ ഉണ്ടാവില്ല. ഷിയാവൂനെയും ചാങ്മാങ്ങിനെയും മാർക്കിന് വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ ആ മിസ്റ്റിക് വേൾഡിനകത്ത് കൊണ്ടാക്കിയാൽ മതി. അവർ അവിടെ സുരക്ഷിതരായിരിക്കും. അവർക്ക് കൾട്ടിവേറ്റ് ചെയ്യാനുള്ള സ്പിരിച്വലോജി എന്തായാലും അതിനകത്തുണ്ടാകും. ഹോങ്ങി സെക്ഷൻകാരുടെ ആ മിസ്റ്റിക് വേൾഡിനകത്ത് കയറിയ ആ ഓർമ്മ മാർക്കിനുണ്ട്. ആ ഹോങ്ങി സെക്ഷൻ മിസ്റ്റിക് വേൾഡിനകത്ത് സ്പിരിച്വലോജി ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. സ്പിരിച്വലോജിയുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ് മിസ്റ്റിക് വേൾഡായി ആരോ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. പണ്ട് കാലത്തുള്ള ഏതോ ശക്തൻ സ്പിരിച്വലോജിയുള്ള ഭാഗങ്ങൾ അടച്ച് കൂട്ടി ഒരു ലോകം സൃഷ്ടിച്ചതാണ്. ശരിക്കും ആ സ്പിരിച്വലോജി ലോകത്തെ എല്ലാ ഭാഗത്തേക്കും പരക്കുന്നതിന് പകരം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് നിർത്തിച്ചതാണ്. ഇവിടെയും ആരോ അങ്ങനെ ഒരു മിസ്റ്റിക് വേൾഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആ മിസ്റ്റിക് വേൾഡിന് ചിലപ്പോൾ ഉടമകൾ ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഫീലാണ് ഇപ്പൊ മാർക്കിനുള്ളത്. ആ ഭാഗമൊക്കെ നോക്കിയിട്ട് മാർക്ക് ഫെല്ലർ ആ വെള്ളച്ചാട്ടത്തിന്റെ അടിയിലിറങ്ങി അവിടുന്ന് താഴോട്ട് നദിയിലൂടെ നടന്നു വരികയാണ്. ആ സമയത്താണ് മാർക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവിടെ നിറഞ്ഞു നിന്നിരുന്ന ഡാർക്ക് എനർജി ഇപ്പൊ ഏതാണ്ട് പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുകയാണ്. ആ ഡാർക്ക് എനർജിയെ പൂർണ്ണമായും ഷിയാവു വലിച്ചെടുത്ത് കാണുമോ? അങ്ങനെ ഒരു ചിന്ത മാർക്കിന്റെ മനസ്സിലേക്ക് വന്നതും മാർക്ക് തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച കൂടി കണ്ടു. മാർക്കിനെ അമ്പരപ്പിച്ചത് കാതടപ്പിക്കുന്ന ഒരു ശബ്ദവും പ്രകാശവുമാണ്. ആകാശത്ത് രണ്ട് മേഘങ്ങൾ കൂട്ടിമുട്ടി ഇടിവെട്ടി ആ ഇടിയുടെ ഭാഗമായി ഉണ്ടായ മിന്നൽ താഴേക്ക് അതിശക്തമായി വരുന്നതാണ് മാർക്ക് കണ്ടത്. ഹെവൻലി ട്രിബ്യൂഷൻ എന്നൊക്കെ മാർഷൽ ആർട്ടിസ്റ്റുകൾ വിളിക്കുന്ന അതേ ശൈലിയിൽ ഒരു മിന്നൽ താഴേക്ക് പതിച്ചതാണ്. ആ മിന്നൽ പ്രകാശം അടിച്ച സ്ഥലത്തേക്ക് മാർക്ക് നോക്കുമ്പോൾ ആ മിന്നൽ പ്രകാശം വീണിരിക്കുന്നത് സാക്ഷാൽ ഷിയാവുവിന്റെ പുറത്താണ്. മാർക്ക് ഫെല്ലർ മാർക്കുസായി മാറാൻ ശ്രമിച്ച സമയത്ത് ഇഷ്ടംപോലെ ഇതുപോലുള്ള മിന്നൽ മാർക്കിന്റെ പുറത്ത് വീണതാണ്. പക്ഷെ മാർക്കിന്റെ പുറത്ത് വീണ മിന്നലിനേക്കാൾ ശക്തിയുള്ള മിന്നലാണ് ഇതാ ഷിയാവുവിന്റെ പുറത്ത് വീഴുന്നത്. മാർക്ക് നോക്കി നിൽക്കേ ശക്തമായ ഇടിയും അതുപോലെ അതിശക്തമായ മിന്നലുകളും ഇഷ്ടംപോലെ താഴേക്ക് വരികയാണ്. മാർക്കിനെ അമ്പരപ്പിച്ചുകൊണ്ട് ആ മിന്നലുകൾ പൂർണ്ണമായും ഷിയ ഏറ്റുവാങ്ങി. ആകാശത്തിന് അനിശ്ചിതമായി താഴേക്ക് വീഴുന്ന ആ മിന്നൽ ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഏകദേശം അരമണിക്കൂറോളം അതിശക്തമായ ആ മിന്നൽ പ്രകാശം അങ്ങനെ വീടുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞതും ആ മിന്നലുകൾ സാവധാനം അവസാനിച്ചു. അല്പം കഴിഞ്ഞതും ഷിയാവു കണ്ണു തുറന്നു. അവള് എണീക്കുമ്പോൾ അവൾ കാണുന്നത് മാർക്ക് ഫെല്ലറെയാണ്. മാർക്ക് അമ്പരപ്പോടെ ഷിയാവുവിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടതും ഷിയ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ മാർക്കുസായി ബ്രേക്ക് ചെയ്തു. ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ് അവളുടെ ആ സ്റ്റേറ്റ്മെന്റ്. ഗ്രാൻഡ് മാസ്റ്ററായ അവൾ ഹാസ്റ്റ് ഓഫ് മാർക്യൂസ് ആകാനൊന്നും നിന്നിട്ടില്ല, നേരിട്ടങ്ങ് മാർക്യൂസ് ആയിരിക്കുകയാണ്. അവളുടെ ആ ബോഡിയുടെ പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. മാർക്യൂസായി മാറിക്കഴിഞ്ഞ ഷിയാവുവിനെ കണ്ട് മാർക്ക് അമ്പരപ്പോടെ ഷിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഏയ് മാർക്ക്, എന്തു പറ്റി? അല്ല, എന്ത് വേഗതയിലാണ് നീ മാർക്യൂസ് ആയത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഫെല്ലർ ആ ശവപ്പെട്ടി കറക്റ്റ് ചെയ്ത് അവന്റെ നിലവറിലേക്ക് മാറ്റിയ ശേഷം ഷിയാവുമായി നടന്ന് അവരുടെ മുറിയിലേക്ക് എത്തി. പിറ്റേ ദിവസം മീശ അവരെ കാണാനെത്തി. മീശ അവരെ കാണാനെത്തിയതും മീശയുടെ അടുത്തേക്ക് മാർക്ക് ഫെല്ലറും ഷിയാവുവും വന്നു. ഷിയെ കണ്ടതും മീശ കൗതുകത്തോടെ ഷിയെ നോക്കിയിട്ട് ഷിയോട് ചോദിച്ചു, ഏയ് ഷിയ, നീ മാർക്യൂസ് ആയോ? ആ, ഇന്നലെ.
അവൾ വളരെ കൂളായിട്ടാ മറുപടി പറഞ്ഞത്. മീശയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ലേശം അമ്പരപ്പോടെ ആ മറുപടി കേട്ട മീശ ഷിയോട് പറഞ്ഞു, ഏയ് ഷിയ, എന്നൊന്ന് നോക്കി വെക്കണേ, എന്നെ കൊല്ലരുതേ. ഏയ് മീശ, നിങ്ങളിത് എന്താ പറയുന്നത്? ഷിയയ്ക്ക് മീശ പറയുന്ന മറുപടി കേട്ടപ്പോ എന്തോ ഒരു അതിശയമാണ് തോന്നിയത്. അതിന് ചിരിച്ചുകൊണ്ട് മീശ ഷിയോട് പറഞ്ഞു, ഷിയ, എന്തായാലും എന്നൊന്ന് നോക്കി വെച്ചേക്ക്, ഒരു കാരണവശാലും എന്റെ മുഖം മറക്കരുത്. മീശ അങ്ങനെ പറയുന്ന കേട്ടതും ഷിയുടെ മുഖത്ത് ഒരു അമ്പരപ്പ്. അത് കണ്ടതും മാർക്ക് ഫെല്ലർ ഷിയോട് പറഞ്ഞു, ഈ മീശയ്ക്ക് വട്ടാണ്, നീ ഇതൊന്നും കാര്യമാക്കണ്ട. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് മീശയോട് ചോദിച്ചു, മീശ കാര്യങ്ങളൊക്കെ റെഡിയാണോ? മാർക്ക് ഫെല്ലർ അങ്ങനെ ചോദിച്ചതും മീശ വീണ്ടും മാർക്കിനെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. മാർക്ക്, ഞാൻ അവസാനമായി ചോദിക്കുകയാണ്, വേണോ? ഏയ് മീശ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അനവധി തവണ ആലോചിച്ചതിന് ശേഷം എടുത്ത തീരുമാനമാണ്. മാർക്ക്, ഷിയ ഇപ്പൊ മാർക്കസ് ആണ്. ഷിയ ആ ഇമോട്ടോ സ്ലേയിങ് സെഷൻ അകത്ത് വെച്ച് അവൾ ആരാണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞാൽ ചിലപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതാകും. അങ്ങനെ മീശ വീണ്ടും പറഞ്ഞതും മാർക്ക് ഫെല്ലർ അല്പനേരം നിശബ്ദനായി നിന്നു. അതിനുശേഷം മാർക്ക് മീശയോട് പറഞ്ഞു, മീശ, അവള് മാർക്കസ് ആയിട്ടേ ഉള്ളൂ. അവൾ പീക്ക് ലെവൽ മാർക്കസ് ആകാത്തടത്തോളം കാലം എനിക്ക് അവളെ നിയന്ത്രിക്കാൻ പറ്റും. അക്കാര്യം എനിക്ക് പൂർണ്ണ ഉറപ്പാണ്. നമ്മളിപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ നാളെ അവൾ സ്വയം തിരിച്ചറിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. മാർക്ക് ഫെല്ലറുടെ പ്രശ്നം അതാണ്. ഷിയാവു മാർക്കിലൂടെ അല്ലാതെ ഇമോട്ടോ സ്ലേയിങ് സെക്ഷനെ കുറിച്ചും അവിടുത്തെ ശവകുടീരത്തെക്കുറിച്ചും മാസ്ക് വെച്ച സ്ത്രീയെക്കുറിച്ചൊക്കെ അറിയുകയാണെങ്കിൽ അത് ചിലപ്പോ മാർക്കിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നൊരു തോന്നൽ മാർക്കിനുണ്ട്. അതുകൊണ്ടാണ് മാർക്ക് ഷിയെ കാര്യങ്ങൾ അറിയിക്കാനുള്ള സമയമായെന്ന് തീരുമാനിച്ചത്. മാർക്ക് നിർബന്ധ ബുദ്ധിയോടുകൂടി മീശയോട് അക്കാര്യം പറഞ്ഞതും മീശ സമ്മതിച്ചു. മീശ സമ്മതിച്ചതും മാർക്ക് ഫെല്ലർ ഷിയെയും കൊണ്ട് ആ ഇമോട്ടോ സ്ലേയിങ് സെക്ഷനുള്ള ആ ദ്വീപിലേക്ക് തിരിച്ചു. പിറ്റേന്ന് രാവിലെയാണ് ആ മൂവർ സംഘം ആ ദ്വീപിലെത്തിയത്. ആ ദ്വീപിലെത്തിയതും മാർക്ക് ഫെല്ലർ ഷിയോട് ചോദിച്ചു, ഷിയ, നീ ഇവിടെ എങ്ങനെ വന്ന ഓർമ്മ നിനക്കുണ്ടോ? ഇല്ലല്ലോ മാർക്ക്, അങ്ങനെ ഒരു ഓർമ്മയും ഇല്ല. അങ്ങനെ ഷിയ തീർത്തു പറഞ്ഞതും മാർക്ക് ഫെല്ലർ ഷിയോട് പറഞ്ഞു, ഷിയ, നമ്മൾ ഈ ദ്വീപിന്റെ അടിയിലേക്ക് പോകാൻ പോവുകയാണ്. ഈ കടലടിയിൽ ഒരുപാട് രസകരമായ കാഴ്ചകളുണ്ട്. അങ്ങനെ അവൾക്ക് ഇൻഫർമേഷൻ കൊടുത്തതിന് ശേഷം മാർക്ക് ഫെല്ലറും മീശയും ഷിയും കൂടി കടലിലേക്ക് ചാടി. ആ ദ്വീപിന്റെ അടിയിലേക്ക് പോകുമ്പോൾ മാർക്ക് ഫെല്ലർ മറ്റൊരു കാര്യമാണ് ശ്രദ്ധിച്ചത്. ആ ദ്വീപിന്റെ അടിയിൽ നേരത്തെ ഇഷ്ടംപോലെ ഇന്നർ കോറുകൾ ഉണ്ടായിരുന്നു. ഇപ്പോ ഇന്നർ കോറുകളുടെ എണ്ണം വൻതോതിൽ കുറഞ്ഞിരിക്കുകയാണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ ആളുകൾ കൂടെ കൂടെ അവിടെ വന്ന് ആ ഇന്നർ കോറുകൾ അവിടെ നിന്ന് ശേഖരിച്ചു കൊണ്ടുപോകുന്നുണ്ടെന്ന് ആ കാഴ്ച വ്യക്തമാക്കുകയാണ്. മാർക്ക് ഫെല്ലർ ചിന്തിക്കുന്ന കാര്യം സ്വാഭാവികമായി മീശയ്ക്ക് മനസ്സിലായി. മീശയും മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ആ ജിങ്ദുക്കാര് സ്ഥിരമായി ഇവിടെ വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറഞ്ഞ അവർ അധികം സമയം കഴിയുമ്പോൾ ഇമോട്ടോ സ്ലേയിങ് സെക്ഷൻ എഴുതിയിരിക്കുന്ന ആ ഗേറ്റിന് മുന്നിലെത്തി. ആ ഗേറ്റ് കണ്ടതും മാർക്ക് ഷിയ ഊരോട് ചോദിച്ചു, ഷിയ, ഈ ഗേറ്റ് നീ എവിടെയെങ്കിലും കണ്ടതായി ഓർക്കുന്നുണ്ടോ? ആ ഗേറ്റിലേക്ക് സൂക്ഷിച്ചു നോക്കിയ ഷിയ മാർക്കിനോട് പറഞ്ഞു, ഇല്ല മാർക്ക്, ഞാൻ കണ്ടിട്ടില്ല. ഷിയുടെ മറുപടി എന്താണെന്ന് അറിയാൻ വേണ്ടി കൗതുകപൂർവ്വം കാത്തു നിൽക്കുന്ന മീശ ഷിയ പറഞ്ഞ മറുപടി കേട്ടപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു. അതിനുശേഷം അയാൾ അതിവേഗം അയാളുടെ ആ സ്പേഷ്യൽ നിലവറയിൽ നിന്ന് പുറത്തെടുത്ത വിഭവങ്ങൾ ഉപയോഗിച്ച് ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കി. ശരിക്കും റെഡിമെയ്ഡായിട്ട് കുറേ സാധനങ്ങൾ അയാളുടെ ആ നിലവറയ്ക്കകത്ത് ഉണ്ടായിരുന്നു. അതിനെ അതിവേഗമാണ് മീശ യോജിപ്പിച്ചത്. ഒരു അടിപൊളി പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമിൽ വളരെ ശ്രദ്ധാപൂർവം കെട്ടിയിരിക്കുന്ന അനവധി ഫ്ലാഗുകളുണ്ട്. ആ മാന്ത്രിക ഫ്ലാഗുകളെല്ലാം നിരത്തി കഴിഞ്ഞതും ആ പ്ലാറ്റ്ഫോം റെഡിയായി. പ്ലാറ്റ്ഫോം റെഡിയായതും മീശ മാർക്കിനോടും ഷിയോടുമായി പറഞ്ഞു, ബാ പ്ലാറ്റ്ഫോമിലേക്ക് കയറും. ആ പ്ലാറ്റ്ഫോം കണ്ടപ്പോൾ ഷിയ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഇതെന്താ? ഷിയ, ഇത് ഒരു സ്പെഷ്യൽ പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമിലൂടെ മാത്രമേ നമുക്ക് ഈ ഇമോട്ടോ സ്ലേയിങ് സെക്ഷൻ അകത്ത് കടക്കാൻ പറ്റും. ഇത് യഥാർത്ഥത്തിൽ ഒരു ടെലിപ്പോർട്ടേഷൻ എക്വിപ്മെന്റ് കൂടിയാണ്. അങ്ങനെ മാർക്ക് പറയുമ്പോഴേക്കും ഷിയും മാർക്കിനൊപ്പം ആ പ്ലാറ്റ്ഫോമിലേക്ക് കയറി. ഏറ്റവും മുന്നിൽ മീശ, തൊട്ടുപുറകിൽ ഷിയ, ഷിയുടെ പുറകിൽ മാർക്ക് ഫെല്ലർ. അങ്ങനെ ആ മൂവർ സംഘം ആ പ്ലാറ്റ്ഫോമിൽ നിന്നതും മീശ എന്തോ ചൊല്ലി തുടങ്ങി. ഒരു പ്രത്യേക മന്ത്രം അയാൾ ചൊല്ലുകയാണ്. അയാൾ ആ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞതും ആ പ്ലാറ്റ്ഫോം ഒന്ന് അനങ്ങി. ശരിക്കും പ്രകാശ വേഗത്തിൽ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ആ പ്ലാറ്റ്ഫോം മൂവ് ചെയ്യാണ്. പ്ലാറ്റ്ഫോം മൂവ് ചെയ്തതും ഷിയയ്ക്ക് അനുഭവപ്പെടുന്നത് ഇരുട്ട് മാത്രമാണ്. മാർക്കും ഷിയും മീശയും ആ ഇരുട്ടത്തൂടെ ഒന്ന് അതിവേഗം ഒന്ന് പാഞ്ഞു. ഇമോട്ടോ സ്ലേയിങ് സെക്ഷന്റെ ഗേറ്റിനടുത്ത് നിർത്തിയിരുന്ന പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ
അതിവേഗം അവർ ഇമോട്ടർ സ്ലിംഗ് സെക്ഷനകത്തെത്തി. ആ മൂവർ സംഘം ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇമോട്ടർ സ്ലിംഗ് സെക്ഷനെ അകത്തേക്ക് കടന്ന മാർക്ക് ഫെല്ലർ ഷിയെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണ്. അതിനേക്കാളേറെ ശ്രദ്ധിച്ച് ഷിയെ നോക്കുന്നത് സാക്ഷാൽ മീശയാണ്. ഷിയയ്ക്ക് പ്രത്യേകിച്ച് ഭാവമൊന്നുമില്ല. ഷിയ കൗതുകത്തോടെ അവിടേക്ക് നോക്കുന്നുണ്ടെന്നും മാർക്ക് ഷിയോട് പറഞ്ഞു, ഷിയ വാ, ഒരു കാഴ്ച നമുക്ക് കാണാം. ഷിയുടെ കൈ പിടിച്ച് മാർക്ക് ഫെല്ലർ മുന്നോട്ട് നടക്കുകയാണ്. ഈ സമയത്ത് മീശ ഒരു സ്റ്റെപ്പ് പുറകിലാണ് നടക്കുന്നത്. അയാൾക്ക് ഒരു ഭയമുണ്ട്, അത് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. ഷിയും മാർക്കും കൂടി മുന്നോട്ട് നടന്ന് അവസാനം ആ മാസ്ക് വെച്ച സ്ത്രീയുടെയും ആ 2 ഡെഡ് ബോഡികളുടെയും മുറിയിലേക്ക് എത്തി. ആ മാസ്ക് വെച്ച സ്ത്രീയുടെ ശവപ്പെട്ടി ഉണ്ടായിരുന്ന ആ മുറിയിലേക്ക് ഷിയാവൂനെ കൊണ്ട് മാർക്ക് ഫെല്ലർ എത്തുമ്പോൾ മാർക്ക് ഷിയുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. കയ്യിൽ പിടിച്ചിരിക്കുന്ന മാർക്കിന് ആ മുറിയിലേക്ക് കടക്കുന്ന സമയത്ത് വല്ലാത്ത തണുപ്പ് അനുഭവപ്പെടുകയാണ്. മാർക്കിന് തണുപ്പ് അനുഭവപ്പെട്ടത് മാർക്കിന്റെ കയ്യിലാണ്. ഷിയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന കയ്യിലാണ് മാർക്കിന് തണുപ്പ് അനുഭവപ്പെട്ടത്. ഷിയുടെ ബോഡി ശരിക്കും തണുത്തിരിക്കുന്ന ഷിയുടെ ആ കയ്യിലേക്ക് നോക്കിയ മാർക്ക് സാവധാനം കണ്ണ് ഷിയുടെ മുഖത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഷിയുടെ മുഖത്ത് അവളുടെ കണ്ണുകൾ ഏതാണ്ട് നിശ്ചലമായി നിൽക്കുകയാണ്. ഒരു വല്ലാത്ത കോൾഡ്നെസ് അവളുടെ കണ്ണുകളിലുണ്ട്. ഈ കാഴ്ച തൊട്ടു പുറകെ വരുന്ന മീശയും കാണുന്നുണ്ട്. ആ കാഴ്ച കണ്ടതും മീശ അങ്ങ് നിന്നു പോവുകയാണ്. ശരിക്കും എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഭാവം ഇപ്പോൾ ഷിയാവൂവിൻ്റെ മുഖത്തുണ്ട്. അവൾ ആ മുറിയിലേക്ക് കടന്ന നിമിഷത്തിൽ അവളുടെ മുഖഭാവം മാറിയത് ശ്രദ്ധിച്ച മാർക്ക് ഒരു നിമിഷം ഒന്ന് സ്തംഭിച്ചു എന്ന് പറയാം. പക്ഷെ അടുത്ത നിമിഷത്ത് മാർക്ക് ഫെല്ലർ ഷിയുടെ കൈ പിടിച്ചുകൊണ്ട് ആ മുറിക്കുള്ളിലേക്ക് കടന്നു. ആ ശവക്കല്ലറ ഇരുന്ന ഭാഗത്തേക്കാണ് മാർക്ക് ഫെല്ലർ ഷിയെ കൊണ്ടുവന്നത്. അവിടെ ആ മുറിയിലേക്ക് കടന്ന ഷിയുടെ മുഖം ശരിക്കും ശാന്തമാണ്. എന്നാൽ അതേ സമയത്ത് അവരുടെ കണ്ണുകൾക്ക് വല്ലാത്തൊരു കോൾഡ്നെസ് ഉണ്ട്. ശരിക്കും തണുത്ത് ഉറഞ്ഞതുപോലെ 2 കണ്ണുകൾ. അതേ ഇപ്പം നമുക്ക് ഷിയെ കാണാൻ പറ്റും. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ആ തറയിൽ താഴെ നിന്ന് ഒരു തണുത്ത കാറ്റ് മുകളിലേക്ക് വന്നു തുടങ്ങി. ആ തണുത്ത കാറ്റ് തറയിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരുമ്പോൾ ഷിയ മാർക്കിനെ കൈ വെടിവെച്ചു. ആ നിമിഷത്തിൽ ആ എൻറ്റിയർ മുറിയിൽ നിന്നും തണുത്ത കാറ്റ് ഇങ്ങനെ വരികയാണ്. ആ തണുത്ത കാറ്റ് പതുക്കെ ഒരു കറുത്ത നിറമുള്ള കാറ്റായി മാറുകയാണ്. പക്ഷെ അപ്പോഴും നല്ല തണുപ്പുണ്ട് ആ കാറ്റിന്. ശരിക്കും അനവധി AC ഒരേ സമയത്ത് നമ്മൾ ഓണാക്കി വെച്ചാൽ തണുത്ത കാറ്റ് നമ്മുടെ പുറത്തേക്ക് അടിക്കുന്ന പോലെ തറയിൽ നിന്ന് തണുത്ത കാറ്റ് ഇങ്ങനെ മുകളിലേക്ക് വരികയാണ്. ആ കാറ്റ് അതിവേഗം ആ മുറിയിലേക്ക് നിറഞ്ഞു. മാർക്ക് ഫെല്ലർ ഏതാണ്ട് അമ്പരന്ന് നിൽക്കുകയാണ്. ആ നിമിഷത്തിൽ കറുത്ത നിറത്തിലുള്ള ഒരു പുക ആ മുറിക്കകത്ത് ഏതാണ്ട് നിറഞ്ഞു കഴിഞ്ഞു. പക്ഷെ കൊടും തണുപ്പാണ് അനുഭവപ്പെടുന്നത്. ആ തണുപ്പത്ത് ആ കറുത്ത പുക പതുക്കെ കറങ്ങി തുടങ്ങിയാണ്. ആ എൻറ്റയർ കറുത്ത പുകയും ഇപ്പോൾ കറങ്ങുന്നത് ഷിയാവൂന് ചുറ്റുമായിട്ടാണ്. ഷിയാവൂനെ സെൻട്രലൈസ് ചെയ്തുകൊണ്ട് ആ പുക ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷത്തിലും ഷിയുടെ കണ്ണുകളിൽ ഒരു വല്ലാത്ത കോൾഡ്നെസ് ഉണ്ട്. അവിടെ കണ്ണുകൾ തണുത്ത് ഉറഞ്ഞു നിൽക്കുകയാണ്. മാർക്ക് ഫെല്ലർ ആ ചുഴിക്ക് പുറത്താണ്. മാർക്ക് ഫെല്ലർക്കും ഷിയയ്ക്കും പുറകിൽ ഒത്തിരി ദൂരത്ത് സാക്ഷാൽ മീശയുണ്ട്. മീശ വളരെ ദൂരത്തു നിന്നാണ് അങ്ങോട്ടേക്ക് നോക്കുന്നത്. എന്തെങ്കിലും സംഭവിച്ചാൽ മാർക്കിനെ എങ്ങനെ രക്ഷിച്ചുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെടണം, ആ ഒരു ചിന്തയിലാണ് മീശ നിൽക്കുന്നത്. മാർക്ക് ഫെല്ലർ തനിക്ക് മുന്നിലായി കറങ്ങുന്ന ആ ചുഴിയിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ആ ചുഴി അതിശക്തമായ ഒരു തണുത്ത കാറ്റാണ്. തണുത്ത കാറ്റടിക്കുന്ന ആ ചുഴിക്ക് നടുവിൽ അക്ഷോഭ്യയായി ഷിയാവൂ നിൽപ്പുണ്ട്. ആ തണുത്ത കറുത്ത കാറ്റിനിടയിലൂടെയും മാർക്ക് ഫെല്ലർക്ക് ഷിയെ കാണാം, മീശയ്ക്കും ഷിയെ കാണാം. പെട്ടെന്നാണ് ആ കാറ്റ് ഷിയുടെ ബോഡിയിൽ സ്പർശിക്കുന്നത്. ഷിയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന വലയം ഷിയുടെ ബോഡിയിലേക്ക് സ്പർശിച്ച നിമിഷത്തിൽ ആ എൻ്റെ കാറ്റും ഷിയുടെ ബോഡിയിലേക്ക് അങ്ങ് കടന്നു. തറയിൽ നിന്നും നല്ല തണുപ്പോടുകൂടി അതിശക്തമായി മുകളിലേക്ക് വരുന്ന ആ കറുത്ത പുക ഷിയ്ക്ക് ചുറ്റും ഒരു ചുഴിയായി മാറുകയും അതിനുശേഷം ഷിയുടെ പുറത്ത് തൊടുന്ന നിമിഷത്തിൽ ഷിയുടെ ബോഡിക്കുള്ളിലേക്ക് അപ്രത്യക്ഷമാവുകയാണ്. ശരിക്കും കണ്ണൻ ചിക്കുന്ന ഒരു കാഴ്ച. മാർക്ക് ഫെല്ലറും മീശയും അവരവരുടെ സ്ഥലങ്ങളിൽ നിന്ന് കണ്ണു വയ്ക്കാതെ ആ കാഴ്ച കാണുകയാണ്. ഏകദേശം ഒരു 8-10 മിനിറ്റ് ഈ സംഭവ വികാസങ്ങൾ അങ്ങനെ തുടർന്നു. ആ പുക മുഴുവൻ ഒന്ന് അടങ്ങിയതും ഷിയ മാർക്കിനെ കടന്ന് മുന്നോട്ട് നടന്നു തുടങ്ങി. അവൾ അതിവേഗം മുന്നോട്ട് നടക്കുകയാണ്.
ആ ശവപ്പെട്ടി വെച്ചിരിക്കുന്ന മുറിയിൽ മുന്നോട്ട് പോകാനുള്ള വഴിയുണ്ട്. ആ വഴിയിലൂടെയാണ് അവൾ മുന്നോട്ട് നടന്നത്. മുന്നിൽ കാണുന്ന വഴിയിലൂടെ നടന്നു പോകുന്ന ഷീയുടെ തൊട്ടു പുറകിലായി മാർക്ക് ഫെല്ലർ ഉണ്ട്. ഷീത് എങ്ങോട്ടാ പോകുന്നതെന്നറിയാതെ മാർക്ക് അവളെ പിന്തുടരുകയാണ്. ഷിയ നടന്നെത്തിയത് ഒരു ചുവരിന്റെ അടുത്താണ്. ചുവരിന്റെ അടുത്തെത്തിയ അവൾ ചുവരിൽ ഒന്ന് കൈവച്ചു. ആ നിമിഷത്തിൽ ആ ചുവർ പൊട്ടിത്തകർന്ന് മൺതരികളായി മാറുന്ന അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് പുറകെ വരുന്ന മാർക്ക് ഫെല്ലർ കണ്ടത്. ഷിയയുടെ മുന്നിലുണ്ടായിരുന്ന ചുവർ മൺതരികളായി മാറിയതും ആ മൺതരികൾക്കിടയിൽ നിന്ന് പച്ച നിറത്തിലുള്ള തിളക്കമുള്ള ഒരു മോതിരം തറയിലേക്ക് വീണു. സുരക്ഷിതമായി വെച്ചിരുന്ന പച്ച നിറത്തിലുള്ള തിളങ്ങുന്ന മോതിരമാണ് ഇപ്പൊ ആ ചുവര് പൊടിഞ്ഞു വീണ മണ്ണിനിടയിൽ കിടക്കുന്നത്. ഷിയ കുനിഞ്ഞ് ആ മോതിരം കയ്യിലെടുത്തു. അവൾ ആ മോതിരത്തിൽ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ്. ആ മോതിരം നന്നായി തിളങ്ങുന്നുണ്ട്, അതേസമയം അതൊന്ന് വിറയ്ക്കുന്നുമുണ്ട്. ആ മോതിരത്തിലേക്ക് അല്പനേരം നോക്കി നിന്ന ഷിയ ആ മോതിരം പെട്ടെന്ന് അവിടെ കയ്യിലേക്ക് എടുത്തിട്ടു. മോതിരം കയ്യിലേക്ക് എടുത്തിട്ട ഷിയ തിരിഞ്ഞ് മാർക്ക് ഫെല്ലറെ ഒന്ന് നോക്കി. മാർക്ക് ഫെല്ലർ അധികത ഷിയ എന്താണ് അവൾ ഉദ്ദേശിച്ചതെന്ന് മാർക്ക് ഫെല്ലർക്ക് അറിയാം. പക്ഷെ അതെന്താണെന്ന് അറിയാൻ വേണ്ടി മാർക്ക് ഇങ്ങനെ ചോദിച്ചതും മാർക്കിന്റെ ആ വള ഒന്ന് അനങ്ങുന്നത് മാർക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മാർക്കിന് ഒന്നും ചെയ്യാൻ കഴിയുമ്പോൾ മാർക്കിന്റെ ആ മാന്ത്രിക നിലവറയിൽ നിന്ന് ആ മാസ്ക് പറന്നു പൊങ്ങി നേരെ ഷീയുടെ കയ്യിലേക്ക് വന്നു. ഷീയുടെ ഒരു കയ്യിൽ ഇപ്പൊ ആ മോതിരമുണ്ട്, മറു കയ്യിൽ ആ മാസ്ക് ഉണ്ട്. ആ മാസ്കിലേക്ക് സൂക്ഷിച്ചു നോക്കിയാണ് ഷിയാവു. ഷിയ ആ മാസ്ക് എടുത്ത് ധരിച്ചാൽ പിന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് വ്യക്തമായും മാർക്കിന് അറിയാം. മാർക്ക് ഉറക്കെ ഷിയാവുവിനോട് പറഞ്ഞു, ഷിയ, ആ മാസ്ക് ഞാൻ സൂക്ഷിച്ചു വെക്കാം, അത് നിന്റെ കയ്യിലിരിക്കുന്ന അപകടമാണ്. ഏയ് മാർക്ക് ഫെല്ലർ, ഈ മാസ്ക് ഇനി ഞാൻ സൂക്ഷിക്കുന്നതാണ് ശരി. സാധാരണഗതിയിൽ മാർക്ക് എന്ന് മാത്രമേ ഷിയ വിളിക്കാറുള്ളൂ. പക്ഷെ ഇപ്പോ ആ മോതിരം അണിഞ്ഞ നിമിഷത്തിൽ ഷിയുടെ സംബോധനകളൊക്കെ മാറുകയാണ്. ഷിയ മാർക്കിനെ മാർക്ക് ഫെല്ലർ എന്ന സംബോധന ചെയ്യുന്നത്. അതും മാത്രമല്ല, അവരുടെ ശബ്ദത്തിന്റെ ആ കുട്ടിത്വം പൂർണ്ണമായും മാറി. ഒരു യുവതിയുടെ ശബ്ദമാണ് ഇപ്പോൾ ഷിയുടെ വായുടെ പുറത്തേക്ക് വരുന്നത്. ഒരു ചെറുപ്പക്കാരി സംസാരിക്കുന്ന ശൈലിയിലും രീതിയിലും അതേ ഗാംഭീര്യത്തിലുമാണ് ഷിയാവുവിന്റെ സംഭാഷണം. മാർക്ക് ഫെല്ലറുടെ കയ്യിലിരുന്ന മാസ്ക് ഇപ്പോ ഷിയുടെ ഇടത് കയ്യിലിരിക്കുകയാണ്. വലത് കയ്യിൽ അവളുടെ മോതിര വിരൽ ആ മോതിരവും ഉണ്ട്. അത് രണ്ടിലേക്കും നോക്കി നിൽക്കുന്ന ഷിയോടായി മാർക്ക് ചോദിച്ചു, ഷിയ, നിനക്ക് എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ? അത് കേട്ടതും ഷിയ വീണ്ടും പഴയ ഷിയാവു ആയെന്ന് തോന്നുന്നു. അവൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എന്നെ ആരോ വിളിക്കും പോലെ തോന്നുകയാണ്. മാർക്ക്, ഒരു കാര്യം ചെയ്താലോ? ഞാൻ ആ വിളി എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒന്ന് ആ വിളി ഫോളോ ചെയ്ത് പോയാലോ എന്ന് ആലോചിക്കുകയാണ്. അത് കേട്ടതും മാർക്ക് ഫെല്ലർ ഷിയാവുവിനോട് പറഞ്ഞു, ഏയ് ഷിയ, അത് പറ്റത്തില്ല, നിന്നെ ഒരിടത്തും വിടാൻ എനിക്കാവില്ല. ഏയ് മാർക്ക് ഫെല്ലർ, എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. ഏയ് ഷിയ, നീ എന്തു പറഞ്ഞാലും എനിക്കത് അനുവദിക്കാനാവില്ല. നീ എമിലിയുടെ ഇളയ സഹോദരിയാണ്. എമിലി നിന്നെ സഹോദരിയായിട്ടാണ് കാണുന്നത്. എനിക്ക് നീ അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരിയാണ്. നിന്നെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ എനിക്കാവില്ല. നീ എവിടെ പോകണമെന്ന് പറഞ്ഞാലും നിനക്കൊപ്പം ഞാൻ കൂടെ വരാം. മാർക്ക് ഫെല്ലർ വളരെ വ്യക്തമായും തൻ്റെ സ്റ്റാൻഡ് അവതരിപ്പിച്ചപ്പോൾ ഷിയ മാർക്കിനോട് പറഞ്ഞു, ഓക്കെ മാർക്ക്, ഞാൻ തൽക്കാലം മാർക്ക് പറഞ്ഞത് അനുസരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് ഷിയ മാർക്കിനൊപ്പം പുറത്തേക്ക് നടന്നു. അവർ രണ്ടുപേരും കൂടി നടന്ന് ആ മെയിൻ ഹാളിൽ എത്തിയപ്പോൾ അവിടെ ഒരു തൂണിനടുത്ത് മറഞ്ഞു നിൽക്കുകയാണ് മീശ. മീശയെ കണ്ടതും ഷിയ മീശയോട് ചോദിച്ചു, നിങ്ങൾ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അത് കേട്ടതും മീശ ഷിയോട് പറഞ്ഞു, ഷിയ, നമ്മൾ ഒന്നിച്ചല്ലേ വന്നത്, നമ്മളിപ്പോൾ കണ്ടതല്ലേ ഉള്ളൂ. ഏയ് അതല്ല, നിങ്ങളെ ഞാൻ മറ്റെവിടെയോ കണ്ടിട്ടുണ്ട്. ആ സംഭാഷണം നടത്തിയത് ഷിയാവുവിൻ്റെ ബോഡിയിൽ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആ മാസ്ക് വെച്ച സ്ത്രീയാണോ എന്നൊരു സംശയപ്പെട്ടത് മാർക്കിനുണ്ടായി. ആ മാസ്ക് വെച്ച സ്ത്രീക്കും ഈ മീശയ്ക്കും തമ്മിൽ ബന്ധമുണ്ട്. പെട്ടെന്ന് മാർക്കിന് അങ്ങനെ ഒരു തോന്നലാണ് ഉണ്ടായത്. മീശ ഷിയാവോ പറഞ്ഞു കേട്ടതും വീണ്ടും ഷിയോട് പറഞ്ഞു, ഏയ് ഷിയ, നമ്മൾ ഒന്നിച്ച് ഇപ്പോൾ വന്നതേ ഉള്ളൂ, അങ്ങനെയായിരിക്കും പരിചയം. മീശ അങ്ങനെ പറഞ്ഞതും ഷിയ ഒരു നിമിഷം മീശയും നോക്കിയിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമുക്ക് പോവാം. അടുത്ത നിമിഷത്തിൽ മാർക്കും മീശയും ഷിയും കൂടി
അവരുടെ ആ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമിലെത്തി. അതിവേഗം ആ പ്ലാറ്റ്ഫോം അവർ പുറത്തെത്തിച്ചു. അവര് അല്പസമയം കഴിഞ്ഞതും ദ്വീപിന്റെ മുകളിലെത്തുകയും ചെയ്തു. ദ്വീപിന്റെ മുകളിലെത്തിയപ്പോൾ മാർക്ക് മീശയോട് പറഞ്ഞു, മീശ ഇനി മീശ പൊയ്ക്കോ, എനിക്ക് വേറെ സ്ഥലം വരെ പോകേണ്ടതുണ്ട്. ഏയ് മാർക്ക്, ഏതോ നിധി കണ്ടുപിടിച്ചു അല്ലേ? ആ നിധിക്ക് വേണ്ടിയല്ലേ മാർക്ക് പോകുന്നത്? മാർക്ക്, ഞാനും വരും. ഒരു ആർക്കിയോളജിസ്റ്റ് ആണല്ലോ അടിസ്ഥാനപരമായി മീശ. മാർക്ക് ഏതോ നിധി തേടി പോവുകയാണെന്ന് മീശയ്ക്ക് മനസ്സിലായി. മീശ നിർബന്ധം പിടിച്ചതും മാർക്ക് മീശയോട് പറഞ്ഞു, ഓക്കെ, അങ്ങനെയെങ്കിൽ എന്നോടൊപ്പം വാ. മീശയും ഷിയാവും മാർക്കും ആ ദ്വീപിൽ നിന്ന് വൻകരയിലേക്കും അവിടെ നിന്ന് നേരെ ടാങ്ക് സിറ്റിയിലേക്കും തിരിച്ചു. ടാങ്ക് സിറ്റി പൈറോയുടെ ഏറ്റവും തെക്ക് കിഴക്കുള്ള ഒരു സ്ഥലമാണ്. അത് യഥാർത്ഥത്തിൽ പൈറോയുടെ അതിർത്തി ജില്ലയുമാണ്. ഏകദേശം 7 മണിക്കൂറോളം യാത്ര ചെയ്താണ് ആ സംഘം ടാങ്ക് സിറ്റിയിൽ എത്തിയത്. മാർക്കും മീശയും ഷിയും കൂടി ടാങ്ക് സിറ്റിയിലെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് കടന്നു. പുറത്ത് കിടക്കുമ്പോൾ അവിടുത്തെ ആ സ്ഥലം അവർ വല്ലാതെ ആകർഷിക്കുന്ന ശൈലിയിൽ മനോഹരമാണ്. ശരിക്കും സമ്പന്നന്മാരുടെ ഒരു സിറ്റിയാണ് ഈ ടാങ്ക് സിറ്റി എന്ന് പറയാം. അതിമനോഹരമായ റോഡുകളും മനോഹരമായ ബിൽഡിങ്ങുകളും മനോഹരമായ മാർക്കറ്റുകളും ഒക്കെ ഉള്ള അതിസുന്ദരമായൊരു സ്ഥലം. പോർഷ് വാഹനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. പൈറോയുടെ അതിർത്തി ജില്ല ആയതുകൊണ്ട് തന്നെ സൈനിക വാഹനങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. മാർക്ക് ഫെല്ലറും മീശയും അവിടെ എത്തിയത് ഹോങ്ങി സെക്ഷന്റെ ആ മാപ്പിനെ ബേസ് ചെയ്താണ്. ഹോങ്ങി സെക്ഷന്റെ പ്രഡിക്ഷൻ അനുസരിച്ച് അവിടെയാണ് 10,000 വർഷങ്ങൾക്ക് ശേഷം ആ അമൂല്യമായ ചെടി ഉയർന്നു വരാൻ പോകുന്നത്. മാർക്ക് ഫെല്ലറും ഷിയാവും മീശയും കൂടി ഒരു റെസ്റ്റോറൻറ്റിലെത്തി. ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. അവിടെ ഒരു ബാങ്കറ്റ് നടക്കുന്ന അറിഞ്ഞിട്ടാണ് അവരവിടെ എത്തിയത്. അവിടുത്തെ പ്രമുഖരായ ആരോ ഒരു ബാങ്കറ്റ് പാർട്ടി നടത്തുകയാണ്. ആർക്ക് വേണമെങ്കിലും ആ ബാങ്കറ്റ് പാർട്ടിയിൽ പങ്കെടുക്കാം. ആ പാർട്ടിയിലേക്ക് കടന്ന മാർക്ക് ഫെല്ലർ ഷിയാവും ഒന്നിച്ച് ഒരു ടേബിളിന് അടുത്തിരിക്കുമ്പോൾ മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഞാനിപ്പോൾ വരാം. മാർക്ക് നോക്കുമ്പോൾ മീശ അവിടെ ഡാൻസ് കളിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് കയറുന്ന കണ്ടത്. മീശ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുകയാണ്. അവിടെ ഒരുപാട് ചെറുപ്പക്കാരികളും ഒക്കെ ഡാൻസിന്റെ പാർട്ടായിട്ടുണ്ട്. ഇഷ്ടംപോലെ ഭക്ഷണം അവിടെ ഒരുക്കിയിട്ടുമുണ്ട്. ഏതോ പ്രമുഖനായ വ്യക്തി അവിടെ ഒരു ബാങ്കറ്റ് പാർട്ടി നടത്തുകയാണ്. മാർക്ക് ഷിയാവുവിൻ്റെ അടുത്തിരുന്നിട്ട് പതുക്കെ അയാളുടെ ഡിവൈൻ സെൻസ് ഒന്ന് റിലീസ് ചെയ്ത് ആ ഭാഗം ഒന്ന് സ്കാൻ ചെയ്ത് തുടങ്ങി. അങ്ങനെ ചെയ്യാനുള്ള കാരണം ആ 10,000 വർഷം പഴക്കമുള്ള ചെടി വരുന്ന വാർത്തയാണ്. ആ വാർത്ത ഹോങ്ങി സെക്ഷൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അതാണ് മാർക്കിന്റെ സംശയം. ഹോങ്ങി സെക്ഷൻ അറിഞ്ഞിരിക്കുന്ന വാർത്ത സ്വാഭാവികമായും വേറെ ആരെങ്കിലുമൊക്കെ അറിയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിശക്തരായ ആളുകളുമായി അവിടേക്ക് ആ വാർത്ത അറിഞ്ഞ ആളുകൾ എത്തും. അങ്ങനെ ആരെങ്കിലും ഉണ്ടോയെന്നറിയാനായി ആ സ്ഥലം ഒന്ന് സ്കാൻ ചെയ്ത മാർക്ക് ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. ആ ബാങ്കറ്റ് പാർട്ടി നടക്കുന്ന സ്ഥലത്ത് ഏകദേശം 20ഓളം ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഉണ്ട്. അത്രയും തന്നെ മാർക്കിസ്റ്റുകളുമുണ്ട്. 3 ആളുകളുടെ കപ്പാസിറ്റി മാർക്കിന് അളക്കാനും പറ്റിയില്ല. മാർക്കിന്റെ കപ്പാസിറ്റിയേക്കാൾ മുകളിലുള്ള ആളുകളാണ് ആ 3 പേരെന്ന് അപ്പോൾ തന്നെ വ്യക്തമാണ്. ഈ ബാങ്കറ്റ് പാർട്ടിയിൽ ഇത്രയേറെ മാർഷൽ ആർട്ടിസ്റ്റുകൾ എങ്ങനെ വന്നുപെട്ടു? ആ ചോദ്യമാണ് ആ സമയത്ത് മാർക്കിന്റെ മനസ്സിലുണ്ടായത്. മാർക്ക് ഫെല്ലർ ആ ഭാഗം അങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ ഒരാള് മാർക്കിന്റെ അടുത്തേക്ക് വന്നു. അയാൾ മാർക്കിനോട് പറഞ്ഞു, ഹലോ, മാർക്ക് ഫെല്ലർ അല്ലേ? അതെ മാർക്ക് ഫെല്ലർ, നിങ്ങളെ ഒരാൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെയോ? അതെ, യങ് മാസ്റ്റർ ടാങ് മോ താങ്കളെ കാണാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ അല്പം ദൂരെയുള്ള ഒരു ടേബിളിലേക്ക് നോക്കി. ആ ആൾ നോക്കുന്ന സ്ഥലത്തേക്ക് മാർക്ക് ഫെല്ലർ നോക്കി. ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ ഒരു ടേബിളിൻ്റെ അടുത്തിരിക്കുകയാണ്. അയാളെ നോക്കിയതിന് ശേഷം മാർക്കിൻ്റെ അടുത്ത് വന്ന ആള് മാർക്കിനോട് പറഞ്ഞു, അതാണ് ടാങ് മോ. ഈ ടാങ്ക് സിറ്റിയിൽ സകല കാര്യങ്ങളും തീരുമാനിക്കുന്നത് ടാങ്ക് കുടുംബമാണ്. ആ ടാങ്ക് കുടുംബത്തിന്റെ യങ് മാസ്റ്ററാണ് ടാങ് മോ. ടാങ് മോയ്ക്ക് മിസ്റ്റർ മാർക്കുമായി ഒന്ന് സംസാരിക്കാൻ താല്പര്യമുണ്ട്. പ്ലീസ് കം. മാർക്ക് ഫെല്ലർ ഷിയാവുവിനെ ഒന്ന് നോക്കിയിട്ട് എണീറ്റ് ആ മനുഷ്യനൊപ്പം നടന്നു. ആ മനുഷ്യനൊപ്പം നടക്കുമ്പോൾ മാർക്ക് ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. ആ വൃദ്ധൻ പോലും ശരിക്കൊരു മാർക്കിസ് ആണ്. ടാങ് മോയുടെ ഏതാണ്ട് സഹായിയായി നിൽക്കുന്ന ആൾ പോലും മാർക്കിസ് ആണെങ്കിൽ ഈ ടാങ് കുടുംബത്തിലെ ആളുകളുടെ കപ്പാസിറ്റി എന്തായിരിക്കും? അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് മാർക്ക് ടാങ് മോയുടെ അടുത്തേക്ക് വന്നത്. ഹോങ്ങി സെക്ഷൻകാര് മാർക്കിന് ആവശ്യമായ സപ്പോർട്ട് കൊടുക്കുമെന്നാണ് മാർക്കിനോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ ഹോങ്ങി സെക്ഷൻകാരെ വിശ്വസിക്കാൻ ഒരു മടി മാർക്കിനുണ്ട്. ഹോങ്കി സെക്ഷൻകാർ മാർക്കിനെ
ഒരു ആയുധമാക്കി ഉപയോഗിക്കാനാണ് സർവ്വസാധ്യതയും. അങ്ങനെ തോന്നൽ മാർക്കിന്റെ മനസ്സിൽ പതിഞ്ഞിട്ട് കുറേ നാളായി. ആ സംശയം മനസ്സിലുള്ള മാർക്കിന് ടാങ്ക് സിറ്റിയിൽ നിന്ന് ചില ആളുകളെ സഹായത്തിന് എടുക്കേണ്ടതുണ്ട്. എങ്ങനെ, ആരെ എന്നൊക്കെയുള്ള കാര്യം മാർക്കിന് ഇപ്പോഴും അറിയില്ല. മാർക്ക് ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ടാങ് മോയുടെ സഹായി വന്ന് മാർക്കിനെ വിളിക്കുന്നത്. ആ സഹായിക്കൊപ്പം ഷിയാവുവിൻ്റെ അടുത്ത് നിന്ന് ടാങ് മോയുടെ അടുത്തേക്ക് നടക്കുന്നിടയിൽ മാർക്കിന്റെ മനസ്സിൽ ഒരു പ്ലാൻ വർക്കൗട്ടായി. മാർക്ക് ടാങ് മോയുടെ അടുത്തെത്തിയതും ടാങ് മോയെ കണ്ട് ഒന്ന് തൊഴുതു. മാസ്റ്റർ ടാങ് മോ, അങ്ങേ കണ്ടതിൽ ഒരുപാട് സന്തോഷം. തന്നെ കണ്ട നിമിഷത്തിൽ തന്നെ മാർക്ക് ഫെല്ലർ കൈ ചൂണ്ടി തൊഴുതപ്പോൾ ടാങ് മോയുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. മാർക്ക് ഫെല്ലർ, നിങ്ങളെക്കുറിച്ച് ഒരുപാട് കേട്ടിരിക്കുന്നു. നിങ്ങൾ ന്യൂ സെലസ്റ്റിൽ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനെയും അതുപോലെ അവിടുത്തെ എലൈറ്റ് കാറ്റഗറിയിലുള്ള ആളുകളേക്ക് വരച്ചവരയിൽ നിർത്തിയെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് കേട്ടത് മാർക്ക് ടാങ് മോയോട് പറഞ്ഞു, മാസ്റ്റർ ടാങ്, താങ്കൾ എന്നെ വല്ലാതെ പുകഴ്ത്തുകയാണ്. സത്യത്തിൽ അതൊക്കെ ചെറിയ സംഭവങ്ങളാണ്. മാർക്ക് ഫെല്ലർ, നിങ്ങളുടെ ഈ ന്യൂ സെലസ്റ്റിലെ ആളുകളൊന്നും ശരിക്കും ഞങ്ങളുടെ ഈ ടാങ്ക് സിറ്റിയിൽ വന്ന് വേല കാണിക്കാറില്ല. അങ്ങനെ കാണിച്ചാൽ പിന്നെ അവർ തിരിച്ചു പോകാറില്ല. ഒരു വാണിംഗ് എന്ന ശൈലിയിലാണ് ടാങ് മാങ് ആ സംസാരിച്ചത്. അത് കേട്ടതും മാർക്ക് ടാങ് മോങ്ങിനോട് പറഞ്ഞു, മാസ്റ്റർ ടാങ്, എനിക്കറിയരുതോ ആ കാര്യം. ഇവിടെ ഈ ടാങ്ക് സിറ്റിയിൽ ടാങ് കുടുംബം വിചാരിക്കാത്ത എന്തെങ്കിലും കാര്യം നടക്കൂ? ടാങ് കുടുംബം എവിടെ നിൽക്കുന്നു? ഈ ന്യൂ സെലസ്റ്റിലെ ആ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾ എവിടെ നിൽക്കുന്നു? അവരെ പോലെയാണോ ടാങ് കുടുംബം? ടാങ് കുടുംബം ഒരുപാട് റിസോഴ്സസ് ഉള്ള ശരിക്കും ശക്തമായ കുടുംബമല്ലേ? അതിന് യങ് മാസ്റ്ററായ ടാങ് മോ ഒരു കാര്യം പറയുമ്പോൾ ഞാനത് അങ്ങനെയല്ലേ ഉൾക്കൊള്ളേണ്ടത്? ടാങ് മോയോട് മാർക്ക് സംസാരിച്ച കാര്യങ്ങൾ കേട്ടപ്പോൾ ടാങ് മോയുടെ മുഖത്തെ പുഞ്ചിരി കുറച്ചുകൂടി വലുതായി. അയാൾ ഉടൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് പ്ലീസ് സിറ്റ് ഡൗൺ. മാർക്കിനെ തന്റെ മുന്നിലെ കസേരയിലേക്ക് ഇരുത്തിയ ടാങ് മോ ഒരു ഗ്ലാസ് വൈൻ നിറച്ച് മാർക്കിനടുത്തേക്ക് നീക്കി വെച്ചു. മാർക്ക്, എടുക്ക്, ലെറ്റ് us സെലിബ്രേറ്റ് അവർ ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെ പറഞ്ഞതും മാർക്ക് ഫെല്ലറും ആ വൈൻ ഗ്ലാസ് കയ്യിലെടുത്തു. മാസ്റ്റർ ടാങ് മോ, അങ്ങേപ്പോലുള്ള ഒരാളോടൊപ്പം ഇതുപോലെ ഇരുന്ന് മദ്യപിക്കാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നതല്ല. അങ്ങനെ പറഞ്ഞ് മാർക്ക് ഫെല്ലർ പതുക്കെ പതുക്കെ ടാങ് മോയെ അങ്ങ് പോഴ്ത്തി തുടങ്ങിയാണ്. അങ്ങനെ സംഭാഷണം മുന്നോട്ട് പോകുന്തോറും ടാങ് മോയ്ക്ക് മാർക്കിന്റെ സംഭാഷണം ഇഷ്ടമായി. ടാങ് മോ ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാർക്കിനോട് ചോദിച്ചു, അല്ല മാർക്ക്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ഇല്ല, ഞാൻ താമസിക്കാനുള്ള വെന്യൊന്നും സംഘടിപ്പിച്ചില്ല, ജസ്റ്റ് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. വന്നപ്പോൾ ഇവിടെ ഒരു ബാങ്കറ്റ് നടക്കുന്ന കണ്ടപ്പോൾ ഇങ്ങോട്ട് കയറിയതാണ്. മാർക്ക്, അതിന് ഞാനൊരു പരിഹാരം ഉണ്ടാക്കാം. അങ്ങനെ പറഞ്ഞിട്ട് ടാങ് മോ അയാളുടെ സഹായി വിളിച്ച് സഹായിയോട് പറഞ്ഞു, മാർക്കിന് താമസിക്കാനായി ആ ഗ്രീൻ വീലയും കൊടുക്ക്. അത് കേട്ടതും അയാളുടെ സഹായി ബാഗ് തുറന്ന് അനവധി താക്കോലുകൾ എടുത്തിട്ട് അതിൽ നിന്ന് ഒരു താക്കോൽ എടുത്ത് മാർക്കിന് കൊടുത്തു. ആ താക്കോല് കിട്ടിയപ്പോൾ മാർക്കിന് സന്തോഷം. ടാങ്ക് സിറ്റിയിൽ എവിടെ താമസിക്കണം എന്നുള്ളതിന് ഒരു ഉത്തരമായി. ആ താക്കോല് കൈവാങ്ങിച്ച മാർക്ക് ഫെല്ലർ ടാങ് മോയോട് യാത്ര പറഞ്ഞിട്ട് നേരെ ഷിയാവുവിന്റെ അടുത്തെത്തി. ഈ സമയമായപ്പോൾ മീശയും ഷിയാവുവിന്റെ അടുത്ത് മടങ്ങിയെത്തിയിട്ടുണ്ട്. മീശയും ഷിയും ആ അറ്റൻഡന്റ് സഹായത്തോടുകൂടി അവരുടെ വില്ലയിലെത്തി. മാർക്ക് ഫെല്ലറും മീശയും ഷിയാവും ആ വില്ലയ്ക്കകത്തേക്ക് കടക്കുമ്പോൾ മീശ അമ്പരപ്പോടെ ആ വില്ല നോക്കി കാണുകയാണ്. ഒരു അടിപൊളി വസതിയാണ് മാർക്ക് ഫെല്ലർക്ക് വേണ്ടി ടാങ് മോ വിട്ടുകൊടുത്തിരിക്കുന്നത്. മാർക്കിന്റെ സഹായിയായി അവിടെ വന്ന ആള് മാർക്കിനോട് പറഞ്ഞു, മിസ് മാർക്ക് ഫെല്ലർ, എന്ത് സഹായം വേണമെങ്കിലും എന്നെ ബന്ധപ്പെടണം. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനാണ് യങ് മാസ്റ്റർ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് കേട്ടതും മാർക്ക് അയാളോട് പറഞ്ഞു, ഷുവർ, തീർച്ചയായും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാം. ഇപ്പോൾ ഇനിയൊന്നും വേണ്ട. അങ്ങനെ മാർക്ക് ഫെല്ലർ പറഞ്ഞതും ആ സഹായി മാർക്കിനോട് യാത്ര പറഞ്ഞിട്ട് അയാളുടെ വാഹനത്തിൽ തിരിച്ചുപോയി. അയാൾ തിരിച്ചു പോകുമ്പോൾ മീശ ആ വീട് മുഴുവൻ കയറി ഇറങ്ങി നോക്കുകയാണ്. അടിപൊളി ഒരു വില്ല, ശരിക്കും ഒരു പോഷ് വില്ല. അതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്, ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള വില്ല. ഷിയാവു അതൊന്നും നോക്കാതെ ഒരു മുറിയിലേക്ക് അങ്ങ് പോയി. അവൾക്ക് ഈ ആഡംബരത്തിലൊന്നും വലിയ താല്പര്യമില്ല എന്ന് അവളുടെ ആ ബോഡി ലാംഗ്വേജ് വിളിച്ചു പറയുകയാണ്. അവളുടെ മുറിയിലേക്ക് പോകുന്നുണ്ടതും മാർക്ക് ഷിയോട് ചോദിച്ചു, ഷിയ, നമുക്ക് നാളെ ഒരു റൈഡിനൊക്കെ പോയാലോ? ഇവിടെ വലിയ ലേക്കുണ്ട്, ലേക്കിൽ ഒരു ബോട്ട് സവാരി ചെയ്യോ അല്ലെങ്കിൽ കുതിര സവാരി ചെയ്യുകയോ ഒക്കെ ചെയ്യാം. നിനക്ക് അതൊക്കെ വലിയ ഇഷ്ടമല്ലേ? മാർക്ക് ഫെല്ലർ, അതൊക്കെ കുട്ടികൾക്കുള്ള പരിപാടിയല്ലേ, എനിക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല. അങ്ങനെ പറഞ്ഞിട്ട് അവൾ അവളുടെ മുറിയിലേക്ക് കയറി വാതിലും അടച്ചു. ഷിയാവു പെട്ടെന്ന് ശരിക്കും മെച്ചുറായിരിക്കുകയാണ്. ഷീയുടെ പ്രവൃത്തി കണ്ടപ്പോൾ മാർക്കിന് അങ്ങനെയാണ് തോന്നിയത്. ആ
ഇമോട്ടർ സ്ലെയിങ് സെക്ഷനകത്ത് അവൾ ആ മോതിരം എടുത്ത് അണിയുന്നതുവരെ അവൾക്ക് ഒരു ഭാവവും, മോതിരം അണിഞ്ഞതിന് ശേഷം മറ്റൊരു ഭാവവുമാണ്. കൗമാരക്കാരിയായ ഷിയാവുവിൽ നിന്ന് ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീയായി ആ മോതിരം ഷിയ മാറ്റിയിരിക്കുകയാണ്. മാർക്കിന് അങ്ങനെയാണ് തോന്നുന്നത്. ഈ സമയത്ത് മുകളിലത്തെ നിലയൊക്കെ നോക്കിക്കഴിഞ്ഞിരുന്ന മീശ താഴെ ഇറങ്ങി വന്നു. മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇതൊരു സൂപ്പർ വില്ലയാണ് കേട്ടോ. ഈ ടാങ്ക് കുടുംബക്കാർ എന്തായാലും ഒരു സംഭവം തന്നെ. മീശയ്ക്ക് ടാങ്ക് കുടുംബത്തെക്കുറിച്ച് പറയാൻ 100 നാവുകൾ. ഫ്രീ ആയി ബാങ്കറ്റ് ഷോ നടത്തുക, ഡാൻസ് ഷോ നടത്തുക, ഇതാ വില്ല ഫ്രീ ആയിട്ട് മാർക്ക് ഫെല്ലർക്ക് വിട്ടുകൊടുക്കുക. ഇതൊക്കെ സാധാരണഗതിയിൽ സംഭവിക്കാത്ത കാര്യങ്ങളാണ്. മീശയുടെ സന്തോഷം കണ്ടതും മാർക്ക് മീശയോട് പറഞ്ഞു, മീശ, ഇതൊന്നും അല്ലല്ലോ കാര്യം. നമ്മൾ വന്ന കാര്യം നടക്കണ്ടേ, അതിന് എന്താണ് വേണ്ടതെന്നാണ് നമ്മൾ ഇനി ആലോചിക്കേണ്ടത്. അങ്ങനെ മീശയോട് മാർക്ക് ഫെല്ലർ പറഞ്ഞതും മീശ മാർക്കിനോട് യാത്ര പറഞ്ഞ് അയാളുടെ ബെഡ്റൂമിലേക്ക് പോയി. മാർക്ക് ഫെല്ലർ അവിടെ അങ്ങനെ ആ സോഫയിൽ ഇരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ ഹോങ്കി സെക്ഷൻ നൽകിയ മാപ്പ് ഫോളോ ചെയ്താണ് ആ ടാങ്ക് സീറ്റിൽ എത്തിയത്. ഹോങ്കി സെക്ഷൻ മാത്രമേ ഈ 10,000 വർഷം പഴക്കമുള്ള ചെടിയുടെ ജന്മത്തെക്കുറിച്ച് അറിഞ്ഞു കാണുള്ളൂ. ആ ചോദ്യമാണ് മാർക്കിന്റെ മനസ്സിൽ ഉണ്ടാക്കുന്ന സംശയം. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമായി പങ്കെടുക്കുകയായിരുന്ന മാർക്ക് ഫെല്ലർക്ക് അവിടുത്തെ അവരുടെ ആ ട്രെയിനിങ് ഷെഡ്യൂൾ കേട്ടപ്പോൾ അവർ ഈ വാർത്ത അറിഞ്ഞിരിക്കാനുള്ള ഒരു സാധ്യത തോന്നിയിരുന്നു. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ വേറെ ആളുകൾ അറിയും. അവരൊക്കെ ഈ ടാങ്ക് സിറ്റിയിൽ എത്തിക്കാണുമോ? പലതരം ചിന്തകൾ മാർക്കിന്റെ മനസ്സിലേക്ക് വരുമ്പോൾ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു. മാർക്ക് വാതിൽ തുറന്നപ്പോൾ തൊട്ടു മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ ആൻസിസ്റ്റർ ഗുവാനാണ്. ഷോങ്ങി സെക്ഷന്റെ ആ മിസ്റ്റിക് വേൾഡിനകത്ത് വെച്ച് മാർക്ക് കണ്ട ആൻസിസ്റ്റർ ഗുവാനും അന്ന് മാർക്കിനോട് ഉടക്കിയ ആ ബ്രദർ ഷാനുമാണ് വാതിലിന് പുറത്തു നിൽക്കുന്നത്. രണ്ടുപേരും മാർക്ക് വാതിൽ തുറന്നതും അകത്തേക്ക് കടന്നു. മാർക്ക്, നീ ഇതെന്താ ഈ കാണിക്കുന്നത്? ഇത്രയും പണമൊക്കെ മുടക്കി ഇവിടെ വന്ന് താമസിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? അകത്തേക്ക് കിടന്ന ഷാൻ അങ്ങനെ ചോദിച്ചതും മാർക്ക് ഷാനോട് പറഞ്ഞു, ഞാൻ എവിടെ താമസിക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. മാർക്ക് ഫെല്ലർ, അത് പറ്റത്തില്ല. ഷോങ്ങി സെക്ഷൻ ഒരു കാര്യം ഒരാളെ ഏൽപ്പിച്ചാൽ ആ ആളെ നിയന്ത്രിക്കാൻ ഷോങ്ങി സെക്ഷൻ ആളുണ്ടാവും. ഇവിടെ മിസ്റ്റർ മാർക്ക്, നിന്റെ കാര്യങ്ങൾ നോക്കാനും നിന്നെ നിയന്ത്രിക്കാനും ഷോങ്ങി സെക്ഷൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇനി മുതൽ നീ എന്നെ അനുസരിച്ചേ മുന്നോട്ട് പോകാൻ പറ്റും. ആ മിസ്റ്റിക് വേൾഡിന്റെ വാതിൽക്കൽ വെച്ചേ മാർക്ക് ഫെല്ലറുമായി ഉടക്കിയ കക്ഷിയാണ് ഈ ബ്രദർ ഷാൻ. അയാൾ ഇതാ മാർക്കിന്റെ വീടിനകത്ത് വന്ന് വീണ്ടും റഫായി സംസാരിച്ചപ്പോൾ മാർക്ക് ഷാനോട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും, എനിക്ക് നിന്റെ സഹായമൊന്നും വേണ്ട. ബ്രദർ ഷാനോട് മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞതും അതുവരെ നിശബ്ദനായിരുന്ന ആൻസിസ്റ്റർ ഗുവാൻ മാർക്കിന് നേരെ തിരിഞ്ഞു. മാർക്ക്, അത്രയ്ക്ക് അങ്ങോട്ട് പോകണ്ട. ഞങ്ങളുടെ ഹോങ്ങി സെക്ഷൻ പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അതിന് ഞാൻ തയ്യാറല്ലെങ്കിൽ മാർക്കിന്റെ മറുപടി ഉടൻ വളരെ സ്പീഡായിട്ട് തന്നെ വന്നതും ആൻസിസ്റ്റർ ഗുവാൻ മാർക്കിന് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. മാർക്ക് ഫെല്ലർ, നിനക്കിട്ട് ഒന്ന് പൊട്ടിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് കുറെ നാളായി. അങ്ങനെ പറഞ്ഞിട്ട് അയാളൊന്ന് ചിരിച്ചതും അയാളുടെ ബോഡിക്ക് ചുറ്റും ഒരു ഓറ രൂപപ്പെട്ടു. അതിശക്തനായ ഒരു മാർക്സിസ്റ്റായ അയാൾ അയാളുടെ ഇന്റേണൽ എനർജി പുറത്തേക്ക് റിലീസ് ചെയ്തതും ആ മുറിയിൽ അതിൻ്റെതായ പ്രതിഫലനം ഉണ്ടാവുകയാണ്. അയാളുടെ ഇന്റേണൽ എനർജി പുറത്തേക്ക് അങ്ങനെ പ്രസരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്ക് ഫെല്ലർ മാർക്കിന്റെ കയ്യിലേക്ക് ആ പവർ കൊണ്ടുവരികയാണ്. അബ്സല്യൂട്ട് ബിഗിനിങ് സേക്രഡ് ഫെസ്റ്റ്. ആൻസിസ്റ്റർ ഗുവാൻ തന്റെ ശരീരത്തിലെ എനർജി മുഴുവൻ കയ്യിലേക്ക് ആവാഹിച്ച് മാർക്കിനെ ഒരൊറ്റ ഇടിയിടിച്ചതും മാർക്ക് ഫെല്ലർ തിരിച്ച് അതേ ശൈലിയിൽ ആ അബ്സല്യൂട്ട് ബിഗിനിങ് സേക്രഡ് ഫെസ്റ്റ് കൊണ്ട് ഒരൊറ്റ ഇടി. മാർക്കിന്റെ ആ ഇടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ ഇടി ശരിക്കും തീയും പുകയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇടിയാണ്. ശരിക്കും ഫയർ ഉണ്ട് ആ ഇടിയിൽ. അതിശക്തമായിട്ടുള്ള മാർക്ക് ഫെല്ലറിന്റെ ആ ഇടി ഗുവാന്റെ കയ്യിലേറ്റതും ഗുവാൻ ബുള്ളറ്റ് തെറിക്കും പോലെ നിന്ന സ്ഥലത്ത് നിന്ന് പുറകോട്ട് തെറിച്ചു. ഏതാണ്ട് വാതിലിന് പുറത്തേക്ക് ഗുവാൻ വന്ന് വീഴുമ്പോൾ അമ്പരന്ന് പോയ ബ്രദർ ഷാൻ ഓടി ഗുവാന്റെ അടുത്തെത്തിയ ബ്രദർ ഷാൻ ആൻസിസ്റ്റർ ഗുവാനെ പിടിച്ച് ഒന്ന് എണീപ്പിച്ചു. പാടുപെട്ട് എണീറ്റ് ഗുവാൻ അയാളുടെ കയ്യിലേക്കാണ് നോക്കുന്നത്. ശരിക്കും അയാളുടെ കൈ നന്നായിട്ട് ഒന്ന് നുറുങ്ങിയിട്ടുണ്ട്. കയ്യിൽ നിന്ന് ചോര ഒലിക്കുന്നുണ്ട്. ശക്തനായ ഒരു മാർക്സിസ്റ്റാണ് താനെന്നുള്ള ബോധം
ആൻസിസ്റ്റർ ഗുവാന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ളതാണ്. ആൻസിസ്റ്റർ ഗുവാൻ മാർക്യൂസ് ആയ സമയത്ത് മാർക്ക് ഫെല്ലർ ജനിച്ചിട്ട് പോലുമില്ല. ഏകദേശം 30 കൊല്ലങ്ങൾക്ക് മുമ്പേ ആൻസിസ്റ്റർ ഗുവാൻ മാർക്യൂസ് ആവുകയും ഈ പൈറോയിൽ ഒരു തരംഗം ഉണ്ടാക്കുകയും ചെയ്ത ആളാണ്. അന്ന് ജിയാങ് ഹിയോ ആയിട്ടും അതുപോലെ ലാരി ഹോംസുമായിട്ടൊക്കെ ഉടക്കാൻ കപ്പാസിറ്റി ഉള്ള ആളായിട്ടാണ് ആളുകൾ ആൻസിസ്റ്റർ ഗുവാനെ വിലയിരുത്തിയിരുന്നത്. ആ ആൻസിസ്റ്റർ ഗുവാനാണ് ഇതാ ഒറ്റയിടിക്ക് തെറിച്ചു പോയിരിക്കുന്നത്. മാർക്ക് ഫെല്ലറെ സൂക്ഷിച്ചു നോക്കിയ ഗുവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്നെ ഞാൻ വെറുതെ വിടില്ല. അങ്ങനെ പറഞ്ഞ ആൻസിസ്റ്റർ ഗുവാനെ കൊണ്ട് ബ്രദർ ഷാൻ പുറത്തേക്ക് ഇറങ്ങി. ശരിക്കും ബ്രദർ ഷാന് ഒരു ഭയം തോന്നിയിരുന്നു. അതുകൊണ്ടാണ് അയാൾ ഉടക്കാൻ നിൽക്കാതെ പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷെ ഇതിനിടയിൽ മാർക്ക് ഫെല്ലറുടെയും ആൻസിസ്റ്റർ ഗുവാന്റെയും കൈകൾ തമ്മിൽ കൂട്ടിയിടിച്ച സമയത്ത് ഉണ്ടായ തരംഗങ്ങൾ ആ മുറി അലങ്കോലമാക്കിയെന്ന് പറയാം. മുൻഭാഗത്ത് ഇടതുഭാഗത്തായി ഉണ്ടായിരുന്ന ചുവര് ഇടിഞ്ഞ് താഴെ വീഴുകയും ചെയ്തു. പുതിയ വില്ലയാണ്. ആ വില്ലയിലെ ആ ഇടിഞ്ഞു വീണ ചുവര് കണ്ട മാർക്ക് ശരിക്കും അസ്വസ്ഥനായി. മാർക്ക് നന്നായി സംസാരിച്ച് സുഖിപ്പിച്ചതുകൊണ്ടാണ് ടാങ് കുടുംബത്തിന്റെ ആ യങ് മാസ്റ്റർ ടാങ് ബോ മാർക്കിന് താമസിക്കാനായി ആ വില്ല കൊടുത്തത്. ആ വില്ലയുടെ മുൻഭാഗമാണ് ഇപ്പൊ തകർക്കപ്പെട്ടിരിക്കുന്നത്. ഈ സമയത്ത് ശബ്ദം കേട്ട് ഷിയാവുവും മീശയും അവരുടെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. അവർ രണ്ടുപേരും ഓടി മാർക്കിനടുത്ത് എത്തി. എന്തു പറ്റി മാർക്ക്, എന്തു പറ്റി? അവരുടെ ചോദ്യത്തിന് മാർക്ക് പൊതുവായ ഒരു ഉത്തരമാണ് നൽകിയത്. അപരിചിതർ ആരോമാണ്, വെറുതെ ശല്യം ചെയ്യാനായിട്ട് എത്തിയതാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് മാർക്ക് ആ ഹാളിൽ നിന്ന് നടന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് ഒരു ബാൽക്കണി ഉണ്ട്. മാർക്ക് ആ ബാൽക്കണി പോയി എങ്ങനെ നിൽക്കുകയാണ്. ഹോങ്ങീസ് സെക്ഷന്റെ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളാണ് ഈ ബ്രദർ ഷാനും അതുപോലെ ആൻസിസ്റ്റർ ഗുവാനും. അവരുടെ സപ്പോർട്ടോടു കൂടി ആ 10,000 വർഷം പഴക്കമുള്ള ചെടി സംഘടിപ്പിക്കാൻ പറ്റും എന്നാണ് മാർക്ക് ഫെല്ലർ കരുതിയിരുന്നത്. ഇപ്പോൾ മാർക്ക് അവരുമായി ഉടക്കിയിരിക്കുകയാണ്. മാർക്കിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മാർക്കിന് ഒരു കാര്യം ഉറപ്പാണ്. ഡേറ്റ് ആകുമ്പോൾ ഒരുപാട് ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആ ടാങ്ക് സിറ്റിയിൽ എത്തും. ഹോങ്ങീസ് സെക്ഷൻ അറിഞ്ഞ ന്യൂസ് മറ്റുള്ളവരും അറിയാൻ സകല സാധ്യതയുമുണ്ട്. സകല സെക്ഷനെയും പ്രതിനിധീകരിച്ച ആളുകൾ ഈ ടാങ്ക് സിറ്റിയിൽ എത്തിയാൽ മാർക്കിന് ചിലപ്പോൾ ആ ചെടി പൊങ്ങി വരുന്ന സമയത്ത് അത് പിടിച്ചെടുക്കാൻ പറ്റാതെ വരും. അങ്ങനെ ഒരു ഫീൽ ഇപ്പോൾ മാർക്കിനുണ്ട്. മാർക്ക് യഥാർത്ഥത്തിൽ ഏർലി സ്റ്റേജ് മാർക്യൂസ് ആണ്, ലെവൽ 4 മാർക്യൂസ് ആണ്. പക്ഷെ മാർക്കിന് എപ്പോൾ വേണമെങ്കിലും ബ്രേക്ക് ചെയ്താൽ മിഡിൽ സ്റ്റേജിലെ മാർക്യൂസ് ആകും. അതായത് 7ാമത്തെ ലെവൽ മാർക്യൂസ് വരെ മാർക്കിന് വേഗം എത്താം. ആ കാര്യം അറിയാവുന്ന മാർക്കിന് ഒരു കാര്യം കൂടി ഇപ്പോൾ അറിയാം. ആ ബാങ്കറ്റ് ഹാളിൽ തന്നെ ഏകദേശം 20ഓളം മാർക്യൂസുകൾ ഉണ്ടായിരുന്നു. അവിടെയുള്ള 3 മാർക്യൂസുകളുടെ ശക്തി അളക്കാൻ മാർക്കിന് പറ്റിയതുമില്ല. എന്ന് പറഞ്ഞാൽ അവർ ഏതാണ്ട് ലേറ്റ് സ്റ്റേജ് മാർക്യൂസുകളാണെന്നാണ്. ശക്തരായ ആളുകൾ ആ ബാങ്കറ്റ് ഹാളിൽ തന്നെ ഉണ്ടായിരുന്ന സ്ഥിതിക്ക് ഈ ചെടി പ്രത്യക്ഷപ്പെടുന്ന ദിവസമാകുമ്പോൾ സകല മേഖലയിൽ നിന്നും അതിശക്തർ അവിടെ വരാനുള്ള സർവ്വസാധ്യതയുമുണ്ട്. ആ സാധ്യതയ്ക്കിടയിൽ നിന്ന് എങ്ങനെ അവരെയൊക്കെ ഒഴിവാക്കി ചെടി പിടിച്ചെടുക്കും? ആ ഒരു വിഷയമാണ് മാർക്കിനെ അലട്ടുന്നത്. മാർക്ക് അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ മാർക്കിനടുത്തേക്ക് ഷിയാവു വന്നു. മാർക്ക്, എന്തു പറ്റി? എന്താ ആലോചിക്കുന്നത്? ഷീക്ക് പുറകെ മീശയും മാർക്കിന്റെ അടുത്തെത്തി. അവർ രണ്ടുപേരും മാർക്ക് അസ്വസ്ഥയോടെ ആ ബാൽക്കണിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കണ്ടതുകൊണ്ടാണ് അങ്ങോട്ട് വന്നത്. മീശയും മാർക്കിനോട് അത് തന്നെ ചോദിച്ചു. മാർക്ക്, എന്താ പ്രശ്നം? അവർ രണ്ടുപേരും ചോദിച്ചു. മാർക്ക് കാര്യം പറഞ്ഞു. ഞാൻ ആ 10,000 ഇയർ ഓൾഡ് ഹെർബ് ലക്ഷ്യമിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. പക്ഷേ ആ ഹെർബ്സ് ലക്ഷ്യമിട്ടുകൊണ്ട് വേറെയും ആളുകൾ വരും. എന്നെക്കാൾ ശക്തരാകും വരുന്ന പലരും. അവരോട് ഏറ്റുമുട്ടി ആ ഹെർബ്സ് പിടിച്ചെടുക്കാൻ എനിക്ക് ചിലപ്പോൾ പറ്റില്ല. ആ ഹെർബ് കിട്ടും എന്നുള്ള ഒറ്റ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ 1 മാസം കഴിയുമ്പോൾ ബ്ലാക്കിയുമായിട്ടും ജിന്യാവുമായിട്ടും ഫൈറ്റിന് സന്നദ്ധമാണെന്ന് അറിയിച്ചിരിക്കുന്നത്. മാർക്ക് പറഞ്ഞുകൊണ്ട് വരുന്നത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. ആ 10,000 വർഷം ആയുസ്സുള്ള അല്ലെങ്കിൽ പ്രായമുള്ള ആ ചെടി സംസ്കരിച്ച് അതിൽ നിന്ന് മരുന്നുണ്ടാക്കി മാർക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ മാർക്കിന് ഒരിക്കലും ബ്ലാക്കിയെ തോൽപ്പിക്കാനുള്ള കരുത്ത് നേടാൻ പറ്റില്ല. ജിന്യാവോയെ തോൽപ്പിക്കാനും പറ്റില്ല. ജിന്യാവോ ഇപ്പൊ തന്നെ ഒരു പീക്ക് ലെവൽ മാർക്യൂസ് ആണ്. ബ്ലാക്കിയും അതുപോലെ പീക്ക് ലെവലാണ്. അവർ രണ്ടുപേരുമായിട്ട് ഫൈറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാർക്ക് ഫെല്ലർ. മാർക്കിന്റെ ആ പ്രശ്നം ഇപ്പോൾ ഷീക്കും മീശയ്ക്കും മനസ്സിലാവുന്നുണ്ട്. മീശ
മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, അപ്പോൾ നിന്റെ മനസ്സിൽ എന്താ ഉള്ളത്? എങ്ങനെയാണ് ഇതിന് പരിഹാരം ഉണ്ടാക്കുക? മിസ്റ്റർ, ഞാൻ ആലോചിക്കുന്നത് ഈ ടാങ് കുടുംബത്തെക്കുറിച്ചാണ്. നമ്മൾ ഇവിടെ വന്ന കാര്യം ഇതുവരെയും ടാങ് കുടുംബത്തോട് പറഞ്ഞിട്ടില്ല. ടാങ് കുടുംബത്തിന്റെ ടാങ് മോയാണല്ലോ നമുക്ക് ഈ വീട് നൽകിയത്. ടാങ് മോയോട് നമ്മുടെ സന്ദർശന ഉദ്ദേശ്യം വ്യക്തമാക്കണമോ വേണ്ടയോ, അതാണ് ഇപ്പൊ എന്നെ അലട്ടുന്ന പ്രശ്നം. അവർക്കെന്തായാലും ഈ 10,000 വർഷം ആയുസ്സുള്ള ചെടിയിൽ താല്പര്യം ഉണ്ടാകും. നമ്മൾ ആ ലക്ഷ്യം അവരോട് പറഞ്ഞാൽ നമ്മൾ ആ നിമിഷത്തിൽ അവരുടെ ശത്രുക്കളാവില്ലേ? ടാങ് കുടുംബത്തിലെ യങ് മാസ്റ്റർ ടാങ് മോ ശരിക്കും സൗഹൃദപരമായിട്ടാണ് മാർക്ക് ഫെല്ലറോട് ഇടപെട്ടത്. ആ സൗഹൃദം മാർക്കിന് വീട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നവരെ എത്തിയിരിക്കുകയാണ്. ആ അവസരത്തിൽ അവരുടെ ലക്ഷ്യം വ്യക്തമാക്കിയാൽ ആ സൗഹൃദം നഷ്ടമാകുമോ എന്നൊരു ഭയം മാർക്കിനുണ്ട്. മാർക്ക് അങ്ങനെ പറഞ്ഞതും ഷിയ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. മാർക്ക് ഉറപ്പായി യങ് മാസ്റ്റർ ടാങ് മോയോട് നമ്മുടെ സന്ദർശന ഉദ്ദേശം പറയണം. അവർ സഹായിച്ചില്ലെങ്കിലും മാർക്ക് അത് പറയണം. മാർക്ക് അത് പറഞ്ഞില്ലെങ്കിലും മാർക്കിൻ്റെ ഉദ്ദേശം അവർ നാളെ അറിയും. അപ്പോൾ അത് വിഷയമാവും. ഇപ്പോഴേ പറഞ്ഞാൽ അത് ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷിയാവോ അങ്ങനെ പറഞ്ഞപ്പോൾ മാർക്ക് അതിശയത്തോടെ ഷിയെ നോക്കിയാണ്. ഷിയെ അതിശയത്തോടെ നോക്കിയ മാർക്ക് ഷിയോട് പറഞ്ഞു, ഹേയ് ഷിയ, നീ ശരിക്കും ഒരു മുതിർന്ന ആളെ പോലെയാണല്ലോ ഇപ്പൊ സംസാരിച്ചത്. സാധാരണഗതിയിൽ ഷിയ ഇത്ര വിശകലനത്തോടുകൂടി ഒരു കാര്യം പറയാറില്ല. ഇത് നല്ല പ്രായമുള്ള ഒരുപാട് ലോക പരിജ്ഞാനമുള്ള ഒരാൾ പറയുന്ന ശൈലിയിലുള്ള ഒരു അഭിപ്രായമാണ് ഷിയാവു ഇപ്പൊ പറഞ്ഞത്. മാർക്ക് പറഞ്ഞത് കേട്ടതും ഷിയാവു ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ, മാർക്കിന് ഇഷ്ടമുള്ളത് ചെയ്യാം. അങ്ങനെ പറഞ്ഞിട്ട് അവൾ ഉറങ്ങാനായി അവളുടെ മുറിയിലേക്ക് നടന്നു. ഷിയാവു ആ മുറിയിലേക്ക് കയറുന്നവരെയും മീശ ഒരു അക്ഷരവും മിണ്ടിയില്ല. ഷിയയുടെ മുറിയുടെ വാതിലടഞ്ഞതും മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഷിയ പറഞ്ഞതാണ് ശരി. മീശയും ഷിയ പറഞ്ഞ അഭിപ്രായം പിന്താങ്ങിയപ്പോൾ മാർക്ക് ടാങ് മോയോട് ആ കാര്യം പറയാം എന്നതിന് തീരുമാനിച്ചു. പിറ്റേ ദിവസം ടാങ് മോയെ ചെന്ന് കണ്ട് കാര്യം പറയാമെന്ന് ഒരു ധാരണയിൽ മീശയും മാർക്കും എത്തി. പക്ഷേ നേരം വെളുത്ത് അധിക സമയം കഴിയുമ്പോൾ അവിടെ വീടിന് ബെല്ലടിച്ചു. വാതിൽ തുറന്നതും അവർ കാണുന്നത് സാക്ഷാൽ ടാങ് മോയാണ്. ടാങ് മോ ഒരു വിവരം അറിഞ്ഞിട്ട് ഓടിയെത്തിയതാണ്. ഏയ് മാർക്ക്, എന്തുണ്ടായി? അയാളുടെ ശ്രദ്ധ ആ നിമിഷത്തിൽ ആ വീടിന്റെ പൊളിഞ്ഞു വീണ ചുവരിലേക്ക് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്ക് ടാങ് മോയോട് പറഞ്ഞു, ക്ഷമിക്കണം യങ് മാസ്റ്റർ ടാങ് മോ, ഏതോ അപരിചിതരുമായി എനിക്കൊന്ന് ഉടക്കേണ്ടി വന്നു. അതിന്റെ ഫലമായിട്ടാണ് ആ ചുവര് പൊട്ടിയത്. ഞാൻ അതിന്റെ നഷ്ടപരിഹാരം നൽകാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഫെല്ലർ അയാളുടെ ബാങ്ക് കാർഡ് പുറത്തെടുത്തതും ടാങ് മോ അയാളോട് പറഞ്ഞു, ഏയ് മാർക്ക്, അതൊന്നും വേണ്ട, അതൊക്കെ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്, അതങ്ങനെ സംഭവിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ ടാങ് മോ പറഞ്ഞതും മാർക്ക് ടാങ് മോയോട് പറഞ്ഞു, യങ് മാസ്റ്റർ ടാങ്, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. മാർക്ക്, മുഖവരൊന്നും വേണ്ട, എന്നൊന്ന് വെച്ചാൽ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ടാങ് മോ ഒരു കസേരയിൽ ഇരുന്നതും നേരെ അടുത്തുള്ള കസേരയിൽ മാർക്ക് ഇരുന്നു. മാർക്ക് ടാങ് മോയോട് പറഞ്ഞു, മിസ്റ്റർ ടാങ്, ഞാനിവിടെ വന്നത് ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ്. എന്ത് വാർത്ത? ടാങ്, നിങ്ങൾ കേട്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ ഈ സ്ഥലത്ത് ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്ന കാര്യം എന്നോട് ഒരാൾ പറഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തിയത്. മാർക്ക്, എന്ത് അത്ഭുതത്തെക്കുറിച്ചാണ് അയാൾ മാർക്കിനോട് പറഞ്ഞത്? മിസ്റ്റർ ടാങ്, കുറച്ച് ദിവസത്തിനകം ഇവിടെ ഒരു അത്ഭുത സസ്യം ഭൂമിയിൽ നിന്ന് പൊങ്ങി വരുമെന്ന് അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടത് ടാങ്കിന്റെ മുഖം ഒന്ന് വെട്ടിയത് മാർക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ശരിക്കും ഒരു ചെറിയ അനക്കം അത്രയും ടാങ്കിന്റെ മുഖത്തുണ്ടായിട്ടുള്ളൂ. മാർക്ക്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് 10,000 ഇയർ ഓൾഡ് ഹെർബ്സിന്റെ കാര്യമാണോ? അതെ മിസ്റ്റർ ടാങ്, താങ്കൾക്ക് ഇത് അറിയാമോ? ഹേയ് മാർക്ക് ഫെല്ലർ, ഈ ടാങ് സിറ്റിയിൽ ഞങ്ങൾ അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലേ? അയ്യോ, ഞാനത് മറന്നുപോയി. സത്യമായിട്ടും ഞാനത് ഓർത്തില്ല. ഇവിടെ ടാങ് സിറ്റിയിൽ ഇതിടെ ഈ ടാങ് കുടുംബം അറിയാതെ എന്ത് സംഭവിക്കാനാണ്? ഇപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വീണത്. മിസ്റ്റർ ടാങ് മോ, ഞാൻ വന്ന കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ആ ഹെർബ്സ് കിട്ടിയാൽ ഒരുപാട് ഉപകാരമായനെ. എൻ്റെ കൾട്ടിവേഷന് എനിക്ക് ആ ഹെർബ്സ് കൂടിയേ തീരൂ. ടാങ് മോയോട് മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞപ്പോൾ ടാങ് മോ അല്പനേരം നിശബ്ദനായിരുന്നു. മാർക്ക്, ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കുന്നത് എൻ്റെ അച്ഛനാണ്. ഒരു കാര്യം ചെയ്യാം, അച്ഛനോട് ഞാൻ മാർക്കിന്റെ കാര്യം ഒന്ന് പറയാം. നാളെ ഞാൻ മാർക്കിനെ വിളിക്കുകയും ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ട് ടാങ് മോ മാർക്കിനോട് യാത്ര പറഞ്ഞ് അവിടുന്ന് പുറത്തിറങ്ങി. അയാളുടെ സഹായിയോട് ആ വീടിന്റെ ചുവര് നന്നാക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാനുള്ള ഉത്തരവും കൊടുത്തു. ടാങ് മോ പോയി കഴിഞ്ഞ് ഏതാനും മണിക്കൂർ കഴിഞ്ഞതും പണിക്കാരെത്തി അവിടെ പണി ആരംഭിച്ചു. മാർക്ക് ഫെല്ലറും മീശയും ഷ്യാവുവും
അന്ന് വീട്ടിൽ നിന്ന് പുറത്തൊന്നും പോവാതെ അവിടെ തന്നെ തങ്ങി നിൽക്കുകയാണ്. പിറ്റേന്ന് നേരം പുലർന്ന് ഏകദേശം ഒരു 10 മണിയാവും. ആ സമയത്ത് മാർക്കിന്റെ ഫോണിലേക്ക് ടാങ്മോയുടെ കോള് വന്നു. മാർക്ക്, അച്ഛൻ മാർക്കിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. മാർക്ക് വീട്ടിലേക്ക് വാ. പിന്നെ മാർക്ക് അവിടെ വില്ലയിൽ നിന്നാൽ മതി. മാർക്കിനെ കൊണ്ടുവരാനായി ഒരു കാർ അങ്ങോട്ട് ഞാൻ വിട്ടിട്ടുണ്ട്. അത് 10 മിനിറ്റിനകം അവിടെ എത്തും. ടാങ്മോ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പ്ലാൻ ചെയ്താ ചെയ്യുന്നതെന്ന് അയാളുടെ സംഭാഷണം വിളിച്ചു പറയുകയാണ്. മാർക്ക് റെഡിയായി നിൽക്കുമ്പോഴേക്കും ആ കാർ എത്തി. അവിടുന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്യുമ്പോഴാണ് ടാങ്ങിന്റെ കുടുംബ വീട്ടിലെത്തുക. മാർക്ക് ആ വില്ലയിൽ നിന്ന് ടാങ്ങിന്റെ കുടുംബത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ചുറ്റുപാടും ശരിക്കും ശ്രദ്ധിച്ചു നോക്കുകയാണ്. അമ്പരപ്പിക്കുന്ന വിധത്തിൽ വളർച്ച നേടിയിരിക്കുന്ന ഒരു ടൗണിലൂടെയാണ് മാർക്ക് യാത്ര ചെയ്യുന്നത്. ഒരുപാട് അമ്പരചുംബികളായ ബിൽഡിങ്ങുകളും ശരിക്കും മനോഹരമായ കളിസ്ഥലങ്ങളും പാർക്കുകളും, അങ്ങനെ ഒത്തിരിയേറെ ആളുകൾക്ക് രസമുള്ള പരിപാടികൾ അവിടെ ഇഷ്ടംപോലെ മാർക്കിന് ആ ടൗണിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ പറ്റി. അവിടെ കാറ് കുറെ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ ടൗണ് കടന്നു. ഇപ്പോൾ വാഹനം ഓടുന്നത് നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തിലേക്കാണ്. അവിടേക്ക് എത്തിയ മാർക്ക് വളരെ വിശാലമായ ഒരു കോമ്പൗണ്ടിലേക്ക് കാറ് കടക്കുന്നതാണ് കണ്ടത്. ആ വിശാലമായ കോമ്പൗണ്ടിലേക്ക് കാറ് കടക്കുമ്പോൾ തന്നെ മാർക്ക് അമ്പരപ്പോടെ ആ കോമ്പൗണ്ടിനകത്തെ മരങ്ങളിൽ നിന്ന് നോക്കി പോവുകയാണ്. അതിമനോഹരങ്ങളായ അനവധി മരങ്ങളും ചെടികളൊക്കെ ആ കോമ്പൗണ്ടിലുണ്ട്. പക്ഷെ മാർക്കിനെ അത്ഭുതപ്പെടുത്തിയത് ആ മരങ്ങളിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളാണ്. സകല മരങ്ങളും ക്രോപ്പ് ചെയ്തിരിക്കുകയാണ്. വൻ മരങ്ങളാകേണ്ട പല മരങ്ങളെയും ഭംഗിയായി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കരവിരുത് ആ ക്രോപ്പിംഗ് ടെക്നോളജിയിലുണ്ട്. മാർക്ക് വല്ലാത്ത കൗതുകത്തോടെയാണ് ആ ക്രോപ്പിംഗ് പരിപാടി കണ്ടത്. ശരിക്കും ചെടികളും പൂന്തോട്ടങ്ങളും മരങ്ങളും നടപ്പാതകളൊക്കെ ഉള്ള ഒരു വലിയ കോമ്പൗണ്ടിലേക്ക് മാർക്ക് ഇങ്ങനെ കടന്നു. അവരുടെ കാറ് ഒരു വീടിന് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. വീടൊന്നും അതിനെ വിളിക്കാൻ കഴിയത്തില്ല, ശരിക്കും ഒരു കൊട്ടാരമാണ്. ടാങ്ക് സിറ്റിയിലെ ഏറ്റവും സമ്പന്നന്റെ വീട്ടിലാണ് മാർക്ക് എത്തിയിരിക്കുന്നതെന്ന് ആ വീടിന്റെ പൂമുഖത്ത് ഇറങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും. മാർക്കിനെ കാത്ത് അവിടെ സാക്ഷാൽ ടാങ്മോ നിൽപ്പുണ്ട്. ടാങ്മോ മാർക്കിനെ കണ്ടതും ചിരിച്ചുകൊണ്ട് മാർക്കിനെ അയാളുടെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. മാർക്ക്, ഇതാണ് ഞങ്ങളുടെ വീട്. ഏയ് ടാങ്, നിങ്ങൾ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തുകയാണ്. സത്യത്തിൽ ഈ കൊട്ടാരത്തിന്റെ അധിപനായ നിങ്ങൾ എന്ത് വിനയത്തോടെയാണ് എന്നോട് സംസാരിക്കുന്നത്. മാർക്ക് ടാങ്ങിനെ കാണുമ്പോഴൊക്കെ ടാങ്ങിനെ ശരിക്കും പുകഴ്ത്താൻ ശ്രമിക്കും. ആ പുകഴ്ത്തൽ ടാങ്ങിന് ഇഷ്ടമാണെന്ന് ആദ്യത്തെ ദിവസം തന്നെ മാർക്കിന് മനസ്സിലായതാണ്. അതുകൊണ്ട് തന്നെ ആ ടെക്നിക് മാർക്ക് എങ്ങനെ പിന്തുടരുകയാണ്. ടാങ് മോയും ഒന്നിച്ച് മാർക്ക് ഫെല്ലർ ആ ബിൽഡിങ്ങിനകത്തേക്ക് കിടക്കുമ്പോൾ ആ ബിൽഡിങ്ങിന്റെ ചുവരുകളും തൂണുകളും അലങ്കാരങ്ങളും ഒക്കെ മാർക്കിനെ തെല്ലൊന്നുമല്ല അതിശയിപ്പിച്ചത്. പുറത്ത് കണ്ട ആ മരങ്ങളുടെ അലങ്കാരമൊന്നുമല്ല, അതിനെ 1000 മടങ്ങ് കടത്തിവെട്ടുന്ന ചിത്രപ്പണികളുള്ള ഇഷ്ടംപോലെ വർക്കുകൾ ആ ബിൽഡിങ്ങിൽ കാണാം. തൂണുകളാണെങ്കിലും മേൽക്കൂരയാണെങ്കിലും ചുവരിൽ കാണുന്ന ചിത്രങ്ങളാണെങ്കിലും ഫർണിച്ചർ ആണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. പണം ടാങ് കുടുംബത്തിന് ഒരു വിഷയമേ അല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ ആ കാഴ്ചകൾ വിളിച്ചു പറയുകയാണ്. മാർക്കിനെയും കൊണ്ട് ടാങ്മോ എത്തിയത് ആ ബിൽഡിങ്ങിന്റെ പുറത്തുള്ള ഒരു പാതയിലേക്കാണ്. വിശാലമായ ആ പാതയുടെ ഇരുപുറത്തും നല്ല പൊക്കമുള്ള തെങ്ങുകൾ പോലുള്ള സംഭവം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു നല്ല നടപ്പാതയാണ്. ആ നടപ്പാത നടന്നെത്തുന്നത് ഒരു ചെറിയ ടീ ഹൗസിലാണ്. ശരിക്കും AC ഉള്ള അതിമനോഹരമായ ഒരു ടീ ഹൗസ്. മാർക്ക് ആ ബിൽഡിങ്ങിനകത്തേക്ക് കടക്കുമ്പോൾ അവിടെ ഒരു കസേരയിൽ സാക്ഷാൽ ടാങ് കുടുംബത്തിന്റെ തലവൻ ടാങ് ഷെങ് ഇരിപ്പുണ്ട്. ടാങ് ഷെങ്ങിന്റെ അടുത്തേക്ക് മാർക്കിനെയും കൊണ്ട് എത്തിയ ടാങ് മോ അവന്റെ പിതാവിനോട് പറഞ്ഞു, അച്ഛാ, ഇതാണ് മാർക്ക് ഫെല്ലർ. മാർക്ക് ഫെല്ലറെ ടാങ് മോ പരിചയപ്പെടുത്തിയതും ടാങ് ഷെങ് മാർക്കിനോട് ഇരിക്കാൻ പറഞ്ഞു. മാർക്ക് ടാങ് ഷെങ്ങിന് എതിരെയുള്ള കസേര ഇരിക്കുകയാണ്. ആ സമയത്ത് ടാങ് ഷെങ് ഒരു ചായ കുടിക്കുന്നുണ്ട്. അയാള് നിശബ്ദനായി ആ ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അക്ഷരം പോലും മിണ്ടാതെ അല്പനേരം ആ ചായ കുടിച്ചതിന് ശേഷം ടാങ് ഷെങ് ടാങ് മോയോട് പറഞ്ഞു, മോ, നീ പുറത്തു വയ്ക്കൂ, മാർക്കുമായി ഞാൻ സംസാരിക്കട്ടെ. അത് കേട്ടതും മാർക്ക് ഫെല്ലറോട് യാത്ര പറഞ്ഞിട്ട് ടാങ് മോ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ടാങ് മോ ആ ബിൽഡിങ്ങിൽ നിന്ന് ഒത്തിരി ദൂരേക്ക് പോയി കഴിഞ്ഞെന്ന് മനസ്സിലായതും ടാങ് ഷെങ് മാർക്ക് ഫെല്ലർ നേരെ തിരിഞ്ഞു. മാർക്ക് ഫെല്ലർ, ഞാൻ നിന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. നീ ന്യൂ സെലസ്റ്റൽ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനെയും ബ്ലാക്ക് കുടുംബത്തെയും അതുപോലെ ഹാൻ കുടുംബത്തെയൊക്കെ എഴുതിയിട്ട കഥകൾ ഞാൻ ഒരുപാട് കേട്ടായിരുന്നു. സർ, അതൊക്കെ ചെറിയ ചെറിയ പരിപാടികളാണ്. സത്യത്തിൽ ചെറിയ ഉരസലുകളേ ഉള്ളൂ. ഞാൻ വലിയ തല്ലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഹേ മാർക്ക്, അങ്ങനെയൊന്നും അല്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. സർ, അങ്ങേപ്പോലുള്ള ആളുകളോട് ഞാൻ എന്തിനാ കളവ് പറയുന്നത്? അങ്ങേപ്പോലുള്ള ആളുകൾ വലിയ സംഭവങ്ങളായി ഇവിടെ ഈ ടാങ്ക് സിറ്റിയിലുള്ളപ്പോൾ ഞാൻ എന്റെ വലിപ്പം പറയുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞപ്പോ ടാങ്ങിന്റെ കണ്ണിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിയുന്നത് മാർക്ക് ഫെല്ലറെ ശ്രദ്ധയപ്പെട്ടു. മാർക്ക് ടാങ് ഷെങ്ങിനോട് ചോദിച്ചു, സർ, ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചതാണ്, ഇവിടെ ഒരുപാട് മാർക്വിസ്റ്റുകളുണ്ട്. സർ,
ഇത്രയും മാർക്വിസ്റ്റുകളെയൊക്കെ വളർത്തിയെടുക്കണമെങ്കിൽ ഒരുപാട് പണച്ചെലവില്ലേ? സത്യമായിട്ടും എന്നെ അത്ഭുതപ്പെടുത്തിയ കാഴ്ച തന്നെയാണ് അത്. പിന്നെ അങ്ങേപ്പോലുള്ള ഒരാളും അങ്ങയുടെ കുടുംബം ഉള്ളതുകൊണ്ട് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടാവില്ല എന്ന് എനിക്കറിയാം. സാധാരണഗതിയിൽ ഒരു മാർഷൽ ആർട്ടിസ്റ്റിനെ മാർക്വിസ്റ്റ് ആക്കി മാറ്റണമെങ്കിൽ ഒരുപാട് പണം ചെലവഴിക്കേണ്ടി വരും. സാധാരണ മാർഷൽ ആർട്ടിസ്റ്റുകൾ ശരിക്കും പാടുപെട്ട് പഠിച്ചെടുക്കുമ്പോഴാണ് അവരുടെ ശരീരത്തിലെ ഇന്റേണൽ എനർജി അവർ തിരിച്ചറിയുന്നത്. അതുമുതലാണ് അവരൊരു മാജിക്കൽ ആർട്ടിസ്റ്റായി മാറുന്നത്. ഇന്റേണൽ എനർജി ഉപയോഗിക്കുന്ന ആളും ഇന്റേണൽ എനർജി ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാത്ത ആളുകളും തമ്മിൽ മാർഷൽ ആർട്ടിസ്റ്റുകളെ നമുക്ക് രണ്ടായി തിരിക്കാൻ പറ്റും. ഇന്റേണൽ എനർജി ഉപയോഗിച്ച് തുടങ്ങുന്ന സമയം മുതൽ മാർഷൽ ആർട്ടിസ്റ്റിന്റെ എക്സ്പെൻസ് വർദ്ധിക്കും. ഇന്റേണൽ എനർജി ഡെവലപ്പ് ചെയ്യാനും അത് ഉപയോഗിച്ച് പുതിയ സ്പെല്ലുകൾ അവതരിപ്പിക്കാനും ഒരുപാട് പരിശീലനം വേണം, ഒരുപാട് റിസോഴ്സസ് വേണം. അതൊക്കെ ശരിക്കും പണമുള്ള ആളുകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പോൾ 20ഓളം മാർക്വിസ്റ്റുകളെ സൃഷ്ടിക്കാൻ സ്വാഭാവികമായിട്ടും ഒരുപാട് പണം ഈ ടാങ് കുടുംബം വാരി ഇറക്കി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് മനസ്സിലാക്കിയാണ് മാർക്ക് ഫെല്ലർ സംസാരിക്കുന്നത്. മാർക്ക് ആ സീനിയർ ടാങ്കിനെ ഇങ്ങനെ അടിച്ചു പോഴ്ത്തി തുടങ്ങിയാണ്. മിസ്റ്റർ ടാങ്കിനെ പോലുള്ള ഒരാൾ ഈ ടാങ്ക് സിറ്റിയിൽ ഉള്ളത് ഈ ടാങ്ക് സിറ്റിയിലെ ആളുകൾക്ക് എന്തുകൊണ്ടും നല്ലതാണെന്നും മിസ്റ്റർ ടാങ് ഇല്ലായിരുന്നെങ്കിൽ ഈ ടാങ്ക് സിറ്റി ഇത്രയും പ്രശസ്തി നേടില്ലായിരുന്നു ഒക്കെ മാർക്ക് ഇങ്ങനെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം മാർക്ക് ടാങ് ഷെങ്ങിനോട് പറഞ്ഞു, മിസ്റ്റർ ടാങ്, ഞാനിവിടെ വന്നത് യഥാർത്ഥത്തിൽ ഒരു 10,000 year old ഹെർബ്സ് ജനിക്കുന്ന വാർത്ത അറിഞ്ഞതുകൊണ്ടാണ്. എനിക്കറിയാം ഈ 10,000 വർഷം പഴക്കമുള്ള ചെടിയൊന്നും ടാങ് കുടുംബത്തിന് ഒരു വിഷയമല്ലെന്ന്. നിങ്ങളുടെ റിസോഴ്സസിന് കൂടുതൽ അങ്ങനെയുള്ളവ ഇഷ്ടംപോലെ കാണുമല്ലോ. അല്ലെങ്കിൽ തന്നെ ടാങ് കുടുംബത്തിന്റെ കയ്യിൽ ഇല്ലാത്തത് എന്താണ്? ഈ ഭൂമിയിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള റിസോഴ്സസ് ഉള്ള കുടുംബം ടാങ് കുടുംബമാണെന്നാണ്. അങ്ങയുടെ നേതൃത്വം കൂടി ആയതുകൊണ്ട് ഉറപ്പായിട്ടും ഇഷ്ടംപോലെ റിസോഴ്സസ് കാണും. മാർക്ക് വളരെ ഭംഗിയായി ഒരു കാര്യമാണ് അവതരിപ്പിക്കുന്നത്. ടാങ് കുടുംബത്തിന് ആ 10,000 വർഷം പഴക്കമുള്ള ആ ചെടി ഒരു വിഷയമേ അല്ല എന്ന് മാർക്ക് ടാങ് കുടുംബത്തിന്റെ തലവനോട് അങ്ങനെ പറയുകയാണ്. മാർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടതും ടാങ് ഷാങ് ഒന്ന് ചിരിച്ചു. ഹേയ് മാർക്ക് ഫെല്ലർ, നീ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾക്ക് ആ ചെടി ഒരു വിഷയമേ അല്ല. പിന്നെ ഒരു വിഷയമുണ്ട്, ഈ ചെടി ഈ ടാങ് സിറ്റിയിലാണ് ജനിക്കാൻ പോകുന്നത്. അത് ടാങ് ഷെങ് പറഞ്ഞതും മാർക്ക് ടാങ് ഷെങ്ങിനോട് പറഞ്ഞു, മിസ്റ്റർ ടാങ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങേ കാണണമെന്ന് ആഗ്രഹിച്ചത്. ഈ ടാങ് സിറ്റിയിൽ എന്തുണ്ടായാലും അതിന്റെ അവകാശം അങ്ങേക്കാണല്ലോ. അങ്ങയുടെ അനുവാദമില്ലാതെ ആർക്കും അത് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. അങ്ങ് എന്നെ അനുവദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആ ചെടി നേടാൻ ശ്രമിക്കും. മാർക്ക് ഫെല്ലർ ആ കാര്യം കൂടി വിശദമാക്കിയതും ടാങ് ഷെങ് ചിരിച്ചു. മാർക്ക്, ഓക്കെ, ഞാൻ സമ്മതിക്കാം. ആ 10,000 year old ഹെർബ്സ് ഞങ്ങൾക്ക് ആവശ്യമില്ല, നീ എടുക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധവുമില്ല. പക്ഷെ മാർക്കിനെ സഹായം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അതുകൊണ്ട് എന്താ ഗുണം? മിസ്റ്റർ ടാങ്, ഞാൻ നന്നായി മരുന്നുണ്ടാക്കാൻ അറിയാവുന്ന ഒരു അപ്പോത്തിക്കരിയാണ്, ഒരു ഡോക്ടറുമാണ്. അങ്ങേക്ക് ആവശ്യമുള്ള ഏത് മരുന്ന് വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കിത്തരാം. മാർക്ക്, അതൊരു നല്ല കാര്യമാണ്, പക്ഷേ അത് പോരാ. മിസ്റ്റർ ടാങ്, അങ്ങ് പറയണം, അങ്ങ് പറയുന്ന എന്ത് ആവശ്യവും എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ അത് ചെയ്തു തരാം. മാർക്ക് ഫെല്ലർ, എനിക്ക് നിന്റെ 3 കൊല്ലമാണ് വേണ്ടത്. സർ, അങ്ങ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മാർക്ക്, ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം നിൽക്കാൻ, നിന്റെ മറ്റെല്ലാ കാര്യങ്ങളും നീ ഉപേക്ഷിച്ച് എത്താൻ തയ്യാറാണെങ്കിൽ നിന്നെ സഹായിക്കാൻ ഞാൻ റെഡിയാണ്. അടുത്ത 3 കൊല്ലം ഞങ്ങൾക്ക് എന്ത് ആവശ്യമുള്ളപ്പോഴും ഞങ്ങളുടെ അടുത്തേക്ക് നീ ഓടിയെത്തണം. സമ്മതമാണെങ്കിൽ നിന്റെ ഈ 10,000 വർഷം പഴക്കമുള്ള ഹെർബ്സ് നിനക്ക് സ്വന്തമാക്കാൻ നീ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ അതിൽ ഇടപെടില്ല. വളരെ വ്യക്തമായി ടാങ് ഷെങ് അയാളുടെ ആവശ്യം ഉന്നയിച്ചതും മാർക്കിന് ഒരു കാര്യം മനസ്സിലായി, എങ്ങനെയാണ് ആ മാർക്വിസ്റ്റുകൾ അവിടെ എത്തിയെന്ന്. സകല മാർക്വിസ്റ്റുകളെയും ഈ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ടാങ് കുടുംബം അവരുമായി കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ടാങ് കുടുംബത്തിന് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് ആ മാർഷൽ ആർട്ടിസ്റ്റുകൾ അവിടെ വരണം. അതാണ് ആ മാർഷൽ ആർട്ടിസ്റ്റുകളും ടാങ് കുടുംബം എന്നുള്ള കരാർ. മാർക്കിനെ പോലെ ഒരാളെയും അങ്ങനെ ഒരു കരാറിൽ പെടുത്താനാണ് ടാങ് ശ്രമിക്കുന്നത്. മാർക്ക് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് ടാങ്ങിനോട് പറഞ്ഞു, ഓക്കെ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സർ, ഒരു കാര്യം കൂടി ഉണ്ട്. എന്താ മാർക്ക്? എനിക്ക് കുറച്ച് മാനുവൽ സപ്പോർട്ട് കൂടി വേണം. മാർക്ക് ഫെല്ലർ, അത് പറ്റത്തില്ല. ഇവിടെ പ്രത്യക്ഷമാകാൻ പോകുന്ന ആ ഹെർബ്സ് സ്വാഭാവികമായും ഞങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്. നീ ആവശ്യപ്പെട്ടത് കൊണ്ട് ആ ഹെർബ് പിടിച്ചെടുക്കുന്ന പ്രക്രിയയിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് മാത്രം. നിനക്കത് നേടാം. പക്ഷേ അതിനുവേണ്ടി ഞങ്ങളുടെ ആളുകൾ നിനക്ക് വിട്ടുതരണോ എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അത് നമ്മൾ ചെയ്യത്തില്ല. ഹെർബ്സ് നേടുക എന്നുള്ളത് നിന്റെ ജോലിയാണ്, അത് നീ നേടണം. സാർ, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ വാർത്ത ഞാൻ അറിഞ്ഞതുപോലെ വേറെയും ആളുകൾ അറിയും. അവരൊക്കെ വൻതോതിൽ മാർഷൽ ആർട്ടിസ്റ്റുകളുമായി സ്ഥലത്തെത്തും. അപ്പോൾ ഒരു സംഘടനം ഉറപ്പായി നടക്കും. ആ സംഘടനത്തിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് ആളുകളുടെ സപ്പോർട്ട് വേണം. മാർക്ക്, അതെനിക്ക് മനസ്സിലായി, പക്ഷേ സോറി, ആ കാര്യത്തിൽ ഞാൻ ഇടപെടത്തില്ല.
ടാങ് ഷെങ്ങിനോട് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും ടാങ് ഷെങ്ങിനോട് യാത്ര പറഞ്ഞ് മാർക്ക് ഫെല്ലർ പുറത്തിറങ്ങി. മാർക്ക് പുറത്ത് മെയിൻ ബിൽഡിംഗിലേക്ക് വരുമ്പോൾ അവിടെ മാർക്കിനെ കാത്തു നിൽക്കുകയാണ് ടാങ് മോ. ടാങ് മോ മാർക്കിനെ കണ്ടതും മാർക്കിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് അച്ഛൻ? എന്തു പറഞ്ഞു? അദ്ദേഹം എല്ലാം സമ്മതിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഫെല്ലർ ടാങ് മോയ്ക്കൊപ്പം ആ ബിൽഡിങ്ങിലൂടെ പുറത്തിറങ്ങി. അവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ മാർക്ക് ഫെല്ലറുടെ മനസ്സിലുള്ള ചിന്തയും അതാണ്. ടാങ് കുടുംബം എന്തായാലും ആ ഹെർബ്സ് മാർക്ക് പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ മാർക്കിനെ എതിരിടാൻ ഉണ്ടാവില്ല. അത് മാത്രമാണ് പോസിറ്റീവ് ആയിട്ടുള്ള ഏക കാര്യം. മാർക്കിനെ സപ്പോർട്ട് ചെയ്യാനായി വരാമെന്ന് പറഞ്ഞിരുന്നത് ഹോങ്ങി സെക്ഷനാണ്. ഹോങ്ങി സെക്ഷൻ ആളുകൾ ഇപ്പൊ മാർക്കിനോട് എതിർത്ത് നിൽക്കുകയാണ്. മാർക്കിനെ അവർ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാർക്കിനെ അടിയന്തരമായി കുറച്ച് ആളുകളെ കിട്ടിയേ പറ്റൂ. സപ്പോർട്ട് മെക്കാനിസം ഇല്ലാതെ ആ ഓപ്പൺ ഫീൽഡിൽ ആ ചെടി ഉയർന്നു വരുമ്പോൾ ഒറ്റയ്ക്ക് അത് പിടിച്ചെടുക്കാൻ ചെന്നാൽ മാർക്ക് പരാജയപ്പെടാനുള്ള സർവ്വ സാധ്യതയുണ്ട്. മാർക്ക് അതാണ് മുന്നിൽ കാണുന്നത്. മാർക്ക് ഫെല്ലർ വീട്ടിലേക്കുള്ള യാത്രയിൽ ഈ കാര്യങ്ങളൊക്കെയാണ് ആലോചിക്കുന്നത്. സപ്പോർട്ട് മെക്കാനിസം എങ്ങനെ സംഘടിപ്പിക്കും, അതിനെക്കുറിച്ച് ആലോചിച്ച് മാർക്ക് ഫെല്ലർ വീട്ടിലെത്തിയതും മാർക്ക് ഫെല്ലറോട് ഷിയാവും മീശയും തിരക്കിയതും അക്കാര്യമാണ്. മിസ്റ്റർ ടാങ് എന്തു പറഞ്ഞു? ആ ചെടിയുടെ വിഷയത്തിൽ ടാങ് ഷെങ്ങിന്റെ കുടുംബം ഇടപെടില്ല എന്നുള്ള കാര്യം മാർക്ക് അവരോട് വ്യക്തമാക്കി. ആ ടാങ് സിറ്റിയിൽ ഏറ്റവും വലിയ ത്രട്ട് ടാങ് കുടുംബത്തിന്റെ എതിർപ്പാണ്. ആ എതിർപ്പ് ഒഴിവായിട്ടുണ്ട്. ഇനി മാർക്ക് ഫേസ് ചെയ്യേണ്ടത് ഇതേ ലക്ഷ്യത്തോടു കൂടി അവിടെ വരുന്ന മറ്റാളുകളെയാണ്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഷിയാവു വീണ്ടും മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്ക് തോന്നുന്നത് ഇക്കാര്യം ആ ടാങ് മോയോട് ഒരിക്കൽ കൂടി സംസാരിക്കണമെന്നാണ്. അയാളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാർക്കിന് ഈ വിഷയത്തിൽ പരിക്ക് പറ്റാതെ രക്ഷപ്പെടാൻ പറ്റും. ഷിയ വളരെ അനലൈസ് ചെയ്താണ് കാര്യങ്ങൾ പറയുന്നത്. ഷിയാവു പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് തന്നെ മീശയും ആവർത്തിച്ചു. അന്ന് പകൽ മുഴുവൻ അവർ ഏതാണ്ട് ആ വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ടാങ് മെങ്ങിനെ എങ്ങനെ കൂടെ നിർത്താം, ആ ഐഡിയ ആണ് അവർ വർക്കൗട്ട് ചെയ്യുന്നത്. ടാങ് മെങ്ങിനോട് നേരത്തെ സഹായം ചോദിച്ചപ്പോഴാണ് അയാൾ മാർക്കിനെ അയാളുടെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയത്. അച്ഛൻ്റെ അടുത്ത് പോയതുകൊണ്ട് മാർക്കിന് ഒരു കാര്യം ഓക്കെ ആയി. ഒരു കാരണവശാലും ടാങ് കുടുംബം മാർക്കിനെ ഇടയ്ക്കേറി നിൽക്കില്ല. പക്ഷേ മാർക്കിനെ ആക്രമിക്കുന്ന മറ്റാളുകളെ തടയാൻ മാർക്കിന് ആരെങ്കിലും വേണം. ടാങ് കുടുംബത്തിന്റെ സപ്പോർട്ടാണ് കിട്ടുന്നതെങ്കിൽ മാർക്കിന് ശരിക്കും സഹായമാവും. കാരണം ടാങ് കുടുംബത്തിൽ മാർക്ക് ആ ബാങ്കറ്റ് ഹാളിൽ വെച്ച് തന്നെ 20ഓളം മാർക്കിസുകളെ കണ്ടതാണ്. മാർക്കിന് അളക്കാൻ കഴിയാത്ത കപ്പാസിറ്റിയുള്ള 3 ആളുകൾ അല്ലാതെയും അവിടെ ഉണ്ടായിരുന്നു. അവരും ടാങ് കുടുംബവുമായി ബന്ധമുള്ളവരാണ്. ശരിക്കും വലിയൊരു ഫോഴ്സ് ടാങ് കുടുംബത്തിനുണ്ട്. ആ ഫോഴ്സിനെ എങ്ങനെയും മാർക്കിന്റെ കൂടെ നിർത്താൻ പറ്റിയാൽ വരാനിരിക്കുന്ന ഫൈറ്റിൽ മാർക്കിന് ഒരു സപ്പോർട്ടാവും. അങ്ങനെ തോന്നിയതും മാർക്ക് ഫെല്ലർ ടാങ് മോയെ ഫോണിൽ വിളിച്ചു. മിസ്റ്റർ യങ് മാസ്റ്റർ ടാങ്, ഒരു ഡിന്നർ കഴിക്കാൻ വരുന്നു. ഹേയ് മാർക്ക്, ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ചതുള്ളൂ. മാർക്കിന് എന്നോട് എന്തോ പറയാനുണ്ട്, അതിനുവേണ്ടിയാ എന്നെ വിളിക്കുന്നതിന് മനസ്സിലായി. മാർക്ക്, എന്താണെങ്കിലും പറഞ്ഞോളൂ. മിസ്റ്റർ ടാങ്, എനിക്കത് പേഴ്സണലായിട്ട് സംസാരിക്കാനുള്ളതാണ്. ഓക്കെ മാർക്ക്, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഗ്രീൻ ഐലൻഡിൽ ഞാനുണ്ട്, ഇങ്ങോട്ട് വന്നോളൂ. അവിടെ ആ ടാങ് സിറ്റിയിലെ വൻകരയോടനുബന്ധിച്ച് ഒത്തിരി ചെറിയ ദ്വീപുകളുണ്ട്. ഓരോ ദ്വീപിലും ഓരോ റെസ്റ്റോറൻറ്റുകളും കളിസ്ഥലങ്ങളൊക്കെയാണ് ഉള്ളത്. ഗ്രീൻ ഐലൻഡ് അത്തരത്തിൽപ്പെട്ട ഒന്നാണ്. ഒത്തിരിയേറെ റിക്രിയേഷൻ ആക്ടിവിറ്റീസ് ഉള്ള ഒരു ഐലൻഡാണ് ഈ ഗ്രീൻ ഐലൻഡ്. അവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ ടാങ് മോ ഉണ്ടെന്ന് കേട്ടതും മാർക്ക് ഫെല്ലർ ഷിയാവൂനോടും മീശയോടും യാത്ര പറഞ്ഞതിന് ശേഷം റോഡിലേക്ക് ഇറങ്ങി. ഒരു ടാക്സി വിളിച്ച് ആ ഗ്രീൻ ഐലൻഡ് ഉള്ള ഭാഗത്തേക്ക് പോകുക എന്നുള്ളതാണ് മാർക്കിന്റെ ടാർഗറ്റ്. മാർക്ക് ഫെല്ലർ അവിടെ റോഡിൽ ടാക്സി കാത്ത് നിൽക്കുകയാണ്. ഏകദേശം ഒരു 4-5 മിനിറ്റ് നിന്നപ്പോഴാണ് മാർക്കിന് ടാക്സി കിട്ടിയത്. ടാക്സി കൈകാണിച്ച് നിർത്തിയ മാർക്ക് ആ ടാക്സിയിൽ കയറി ടാക്സിക്കാരനോട് പറഞ്ഞു, എനിക്ക് ഗ്രീൻ ഐലൻഡിലേക്ക് പോകണം. മാർക്കിന്റെ വാഹനം ഗ്രീൻ ഐലൻഡിലേക്ക് മൂവ് ചെയ്ത് തുടങ്ങിയതും ആ വാഹനം സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു 50 മീറ്റർ മാറി ഒരു ചെറുപ്പക്കാരൻ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, ഗ്രാനിക്കുൻ, ഞാനൊരു കാഴ്ച കണ്ടു. ഏയ്, നീ എന്താ കണ്ടേ? ആ മാർക്ക് ഫെല്ലറെ ഞാൻ കണ്ടു. മാർക്ക് ഫെല്ലറെയോ? അവനെന്താ ഇവിടെ? നീ കണ്ടത് മാർക്ക് ഫെല്ലർ തന്നെയാണോ? ഗ്രാനിക്കുൻ, ഏതാണ്ട് 90% എനിക്ക് ഉറപ്പാണ്. ദാ അവിടെയായിട്ട് ഒരു കാറിൽ അവൻ കയറുന്ന ഞാൻ കണ്ടു. അവൻ ആ ഭാഗത്തേക്കാണ് പോയത്. മാർക്ക് ഫെല്ലർ ഇവിടെ എത്തിയോ? അവൻ അതുകൊണ്ടായിരിക്കും ആ മിസ്റ്റിക് വേൾഡിലേക്ക് പോകാൻ മടിച്ചത്. അവന്റെ ലക്ഷ്യം ഉറപ്പായും ആ ഹെർബായിരിക്കും. അവൻ ബ്ലാക്കിയെ നേരിടാനുള്ള കരുത്ത് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ഗ്രാനിക്യൂൻ അവിടെ വന്നിരിക്കുന്നതും അതിനു വേണ്ടിയാണ്. ബ്ലാക്കിക്ക് ആ ഹെർബ്സ് സംഘടിപ്പിച്ചു കൊടുത്താൽ ബ്ലാക്കിയുടെ കരുത്ത് ഉയരും. അങ്ങനെ കരുത്ത് ഉയർന്നാൽ ബ്ലാക്കിയെ തോൽപ്പിക്കാൻ ഇപ്പൊ ആർക്കും ആവില്ല. ഗ്രാനിക്യൂൻ അടുത്തേക്കുന്ന ആളോട് പറഞ്ഞു, ഓക്കെ, എന്നാൽ ഇനി ഒന്നും നോക്കണ്ട, നമുക്ക് അവനെ പിന്തുടരാം. അവനെ ഇവിടെ ഇട്ട് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഒരു കാരണവശാലും അവന് ആ ഹെർബ്സ് കിട്ടാൻ പാടില്ല. മാർക്ക് ഫെല്ലറെ പിന്തുടരാനായി
ഗ്രാനി ക്വിന്നും ടീമും തീരുമാനിച്ചതും അവർ ഒന്നടങ്കം ഒരു വാഹനത്തിലേക്ക് കയറി. ആ വാഹനം മാർക്ക് ഫെല്ലറുടെ വാഹനത്തിന് പുറകെ അങ്ങനെ പായുകയാണ്. ഈ സമയത്ത് വാഹനത്തിലിരിക്കുന്ന മാർക്ക് ഫെല്ലർ മാർഷൽ ആർട്സ് ഫോറത്തിലെ ഒരു വാർത്ത അത്ഭുതത്തോടെ അമ്പരപ്പോടെ വായിച്ചു പോവുകയാണ്. ആ വാർത്തയിൽ പറയുന്നത് ഒരു സിമ്പിൾ കാര്യമാണ്. ബ്ലാക്കി സാക്ഷാൽ ജിയാങ് ഹിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ജിയാങ് ഹിയുമായി ഫൈറ്റ് ചെയ്യാനുള്ള ബ്ലാക്കിയുടെ ആ വെല്ലുവിളി ജിയാങ് ഹി ഏറ്റെടുക്കുകയും ചെയ്തു. എത്രയോ നാളുകളായിട്ട് പൊതുധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളാണ് ജിയാങ് ഹി. ആ ജിയാങ് ഹി ഇത് ബ്ലാക്കിയുമായിട്ടുള്ള ഫൈറ്റിൽ ഏർപ്പെടുന്നു. ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ടൺ കണക്കിന് കമന്റുകൾ ആ പോസ്റ്റിന് താഴെ വന്നിരിക്കുകയാണ്. ജിയാങ് ഹിയെ കുറിച്ച് കേട്ടറിവുള്ള ആളുകളാണ് ഭൂരിപക്ഷം ആളുകളും. അവരാരും ജിയാങ് ഹി ഫൈറ്റ് ചെയ്യുന്ന കണ്ടിട്ടേ ഇല്ല. ഇതാ കാലങ്ങൾക്ക് ശേഷം ജിയാങ് ഹി ഫൈറ്റിനിറങ്ങിയാണ്. ഫൈറ്റ് ചെയ്യുന്നതോ സാക്ഷാൽ ബ്ലാക്കിയുമായിട്ട്. ബ്ലാക്കി ഒരു പീക്ക് ലെവൽ മാർക്കിസ്റ്റ് ആണുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ജിയാങ് ഹിയും പീക്ക് ലെവൽ മാർക്കിസ്റ്റ് ആണ്. പീക്ക് ലെവൽ മാർക്കിസ്റ്റിലുള്ള ജിയാങ് ഹിയും ബ്ലാക്കിയും ഇതാ നേർക്കുനേർ എതിരിടാൻ പോവുകയാണ്. ആ വാർത്തയിലെ പോസ്റ്റുകൾ മാർക്കിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർക്കിന്റെ വാഹനത്തെ പിന്തുടർന്ന് സാക്ഷാൽ ഗ്രാനി ക്വിന്റെ വാഹനം അങ്ങനെ വരികയാണ്. തൻ്റെ പുറകെ ഗ്രാനി ക്വിൻ വരുന്ന കാര്യം അറിയാതെ മാർക്ക് ഫെല്ലർ ഗ്രീൻ ഐലൻഡിലേക്ക് മൂവ് ചെയ്യുകയാണ്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.